നമസ്തേ, ജനഡിബേറ്റിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് മറാത്ത മണ്ണ് ഉഴുതുമറിച്ച രാഷ്ട്രീയ അതികായൻ. ഇപ്പോൾ ആ പവറെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ശരത് പവാറിന്. മഹാരാഷ്ട്രയിലെ BJPയുടെ വിജയത്തിന് പിന്നിൽ RSSന്റെ സംഘടനാ പാടവമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശരത് പവാർ. ആദർശത്തോട് RSS പ്രവർത്തകർ പുലർത്തുന്ന ആത്മാർത്ഥത മാതൃകയാക്കണമെന്നും ശരത് പവാർ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു. നാഗ്പൂർ ഉൾപ്പെടുന്ന വിദർഭ മേഖലയിൽ നിന്നും പയറ്റിത്തെളിഞ്ഞ നേതാവ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് RSSനെ പുകഴ്ത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശമെന്ത്? ജനൻ ഡിബേറ്റ് ഈ വിഷയം പരിശോധിക്കുന്നു. RSSനെ മനസ്സിലാക്കാൻ വൈകിയോ? ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി യുവരാജ് ഗോകുൽ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി നുസ്രത്ത് ജഹാൻ. ആദ്യം യുവരാജ് ഗോകുലിലേക്കാണ്. യുവരാജ്, ഇപ്പോൾ നോക്കൂ, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചില അടിയൊഴുക്കുകൾ നടക്കുന്നതായുള്ള ചില വാർത്തകളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ RSS പ്രവർത്തകരുടെ അർപ്പണബോധത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് NCP നേതാവ് ശരത് പവാർ. ഇങ്ങനെയൊരു തിരിച്ചറിവ് ഇപ്പോഴുണ്ടാകാൻ കാരണം എന്താണ്? 100 വർഷം പൂർത്തിയാകുന്ന RSS പ്രചാരകരുടെ അർപ്പണബോധം ശരത് പവാറിന് ബോധ്യപ്പെടാൻ ഇത്ര നാൾ എടുത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു RSSനെ ഇങ്ങനെ പ്രശംസിക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? കൺവെൻഷണൽ മറുപടി പറയുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, ശ്രീ ശരത് പവാർ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും സീസൺഡ് പൊളിറ്റീഷ്യൻസിൽ ഒരാളാണ്. മഹാരാഷ്ട്ര പൊളിറ്റിക്സിന് ശരത് പവാറിനോളം അടുത്തറിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJP പാളയത്തിൽ പോലും വളരെ കുറവാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കേരള പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ K കരുണാകരൻ എന്തായിരുന്നോ അതിന് തുല്യമായ ഔന്നത്യമുള്ള ആളാണ് ശ്രീ ശരത് പവാർ എന്ന് പറയുന്നത്. ഇതുവരെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ശരത് പവാർ RSSനെ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ടാണോ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നടത്തിയിട്ടുള്ള എൻ്റെ ഡിബേറ്റിംഗ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ പുറകിലോട്ട് എവിടെ നോക്കിയിരുന്നാലും ശരത് പവാറിനെ ഒരിക്കലും ഞാൻ വില കുറച്ച് സംസാരിക്കുന്ന കാര്യം ഉണ്ടായിട്ടില്ല. കാരണം ശരത് പവാർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. ഈവൺ NCP പിളർന്ന് അജിത് പവാർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പോലും ശരത് പവാർ അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രം NCP അത്രമേൽ അപകടകാരിയാണെന്നും INDI മുന്നണി മഹാരാഷ്ട്രയിൽ അത്രമേൽ സ്വാധീനമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുമുള്ള അനാലിസിസ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായിരുന്നതാണ്. അത് ഒരു പരിധിക്കും അപ്പുറത്തേക്ക്, എൻ്റെ കാൽക്കുലേഷനും അപ്പുറത്തേക്ക് അത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ INDI മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ശരത് പവാറിന് കാറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ് ശരത് പവാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ RSSനെ പുകഴ്ത്തി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിലിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷം, നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ എതിർ മുന്നണിയിലുള്ള ഒരാൾ RSSനെ പുകഴ്ത്തുന്നു, അല്ലെങ്കിൽ BJPയെ പുകഴ്ത്തുന്നു, RSSൻ്റെ കാര്യാലയം സന്ദർശിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ അത്ഭുതമായിട്ടും ഇവിടെ ഒരു വലിയ ചർച്ചാ വിഷയവുമാണ്. നമ്മൾ ഈ മംഗലാപുരത്തേക്ക്, കാസർഗോഡ് ബോർഡർ അങ്ങ് കഴിഞ്ഞ് മംഗലാപുരം മുതൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത്ര വലിയ സംഭവമൊന്നും ആയിരുന്നില്ല. 2014 ശേഷം മാത്രമാണ് അതൊക്കെ വലിയൊരു വിഷയമായി മാറുന്നത്. കേരളത്തിൽ പോലും ഒരു കാലഘട്ടത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംഘപരിവാർ വേദികളിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴാണല്ലോ അതിന് രാഷ്ട്രീയമായി മറ്റൊരു തലത്തിൽ സോഷ്യൽ മീഡിയയും മറ്റ് ഇത്രയധികം ന്യൂസ് ചാനലുകളും ഒക്കെ വന്നതിന് ശേഷം അതിനെ പർവ്വതീകരിച്ച് മറ്റൊരു തലത്തിലാക്കുമ്പോഴാണ് വിഷയം വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒന്നും അത്തരത്തിലുള്ള വിഷയങ്ങളില്ല. പക്ഷേ ഇവിടെ നമ്മൾ അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം INDI മുന്നണിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്ന INDI മുന്നണിക്ക് മുന്നിൽ വന്നിരുന്ന വലിയൊരു രാഷ്ട്രീയ സാധ്യത ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ആ സാധ്യതകൾ പരിപൂർണമായും അടഞ്ഞിരിക്കുകയാണ്. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി മാസം 5-ാം തീയതിയിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഫെബ്രുവരിയിൽ ആം ആദ്മി പാർട്ടി, INDI മുന്നണിയുടെ ഭാഗമായിരുന്ന ആം ആദ്മി പാർട്ടി തനിച്ച് മത്സരിക്കുകയാണ്.
മറ്റ് പല മുന്നണികൾക്ക് ആ മുന്നണിക്കകത്തുണ്ടായിരുന്ന പല പാർട്ടികളും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് കോൺഗ്രസിന് ഞങ്ങൾ പ്രസക്തി കൊടുത്തിരുന്നത്. ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് എന്താണ് പ്രസക്തി എന്ന് അവർ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ചെലവിൽ എന്തിനാണ് കോൺഗ്രസ് ഇവിടെ മത്സരിക്കാൻ വരുന്നതെന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഇത് തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസ് എന്ന് പറയുന്നത് മറ്റ് സഖ്യകക്ഷികളുടെ ചിലവിൽ മാത്രം കുറച്ച് സീറ്റുകൾ ജയിച്ചു പോകുന്നതാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞിരുന്നത്. പ്രധാനമന്ത്രി എന്താണോ പറഞ്ഞിരുന്നത് അതിന് അടിവരയിടുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് ഈ പറയുന്ന പല രാഷ്ട്രീയ പാർട്ടികൾ INDI മുന്നണിക്ക് അകത്തുള്ള പല രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരത് പവാറിൻ്റെ പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത് അതിനോട് ചേർത്ത് വായിച്ചുകൊണ്ടാണ്. ഇപ്പോൾ NCPയുടെ ബാക്കി വരുന്ന ശരത് പവാറിൻ്റെ കൂടെ നിൽക്കുന്ന MP-മാർ കൂടി അജിത് പവാറിനൊപ്പം ചേരുമെന്നും അവരും NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കും എന്നുള്ള തലത്തിലുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്. ശിവസേനയെ സംബന്ധിച്ചിടത്തോളം, ഉദ്ധവ് താക്കറയെ സംബന്ധിച്ചിടത്തോളം അവരും നിലപാടുകൾ മാറ്റുകയും NDAയോട് ചേർന്ന് നിൽക്കാൻ സന്നദ്ധമാണ് എന്നുള്ള തലത്തിലുള്ള പ്രസ്താവനകൾ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹാരാഷ്ട്ര പൊളിറ്റിക്സ് ആകെ ഉഴുതുമറിഞ്ഞ് മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും കാഴ്ചയുമാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് കാണുന്നത്, ഇന്ത്യയിലെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും കാണുന്നത്. ഏതാണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ ഈ INDI മുന്നണി എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം 2024 തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ആ സംവിധാനം ഏതാണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതിൻ്റെ പെട്ടിയിലെ അവസാനത്തെ ആണികളിൽ ഒന്നാണ് ഇന്ന് ശരത് പവാർ തറച്ചിരിക്കുന്നത് എന്നാണ് ഇനിഷ്യൽ റൗണ്ടിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇന്ത്യ സഖ്യത്തിൻ്റെയൊക്കെ ഒരു വലിയ നേതാവായി ഇങ്ങനെ ശരത് പവാർ നിൽക്കുന്ന ഘട്ടത്തിലാണ് RSSനെ പുകഴ്ത്തുന്ന ഒരു സമീപനവുമായി അദ്ദേഹം എത്തുന്നത്. RSSന്റെ സംഘടനാ രീതിയും ഹിന്ദുത്വ ക്യാമ്പയിനും BJPയുടെ വിജയം ഉറപ്പാക്കി. ഇതൊക്കെ നിങ്ങൾ കണ്ടു പഠിക്കൂ എന്നാണ് NCPയുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്നലെ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഈ പുതിയ തിരിച്ചറിവിന് പിന്നിൽ എന്താണെന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത്? നീലിമ, ഒന്ന്, ശരത് പവാറിന്റെ പ്രസ്താവനയെ നിങ്ങൾ വല്ലാതെ വളച്ചൊടിച്ചിരിക്കുന്നു, അത് തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കുഴപ്പം. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരത് പവാർ 84 വയസ്സുള്ള രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം അടിമുടി കോൺഗ്രസ്സുകാരൻ. കേരളത്തിൽ AK ആന്റണി അധികാരത്തിൽ വന്നതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് 36ാമത്തെ വയസ്സിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പിളരുന്ന ഒരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ നിന്ന് അന്ന് വസന്തദാദ പട്ടേലിനെ പോലുള്ള പ്രമുഖർ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ നയിക്കുമ്പോൾ അവരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വിഭാഗം, കോൺഗ്രസ് എസ് എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിൽ കൂടിയാണ്, അപ്പോഴും അദ്ദേഹം കോൺഗ്രസിന്റെ ആശയങ്ങളോ കൈവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ ലയിച്ചു, കോൺഗ്രസിന്റെ ഭാഗമായി. എപ്പോഴാണ് അദ്ദേഹം രണ്ടാമത് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് ചോദിച്ചാൽ, ശ്രീമതി സോണിയാഗാന്ധി കോൺഗ്രസിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് വരികയും അവരെ ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ എത്തും എന്നുള്ളൊരു പ്രചരണം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പൗരത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ശ്രീ ശരത് പവാർ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് 99-ൽ അദ്ദേഹം പുറത്തു പോവുകയും ഇപ്പോഴത്തെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ദേശീയവാദി കോൺഗ്രസ് പാർട്ടിയെ പാർട്ടിയെ എന്താ പറയുക സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിന്ന്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അടിമുടി കോൺഗ്രസിന്റെ ആശയവും കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രവും കോൺഗ്രസിന്റെ കൊടിയും അല്ലെങ്കിൽ കോൺഗ്രസിന് സമാനമായ കൊടിയും ചിഹ്നം ക്ലോക്കായി പോയി എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാം കോൺഗ്രസിൻ്റെത് മാത്രമാണ്. എനിക്ക് മഹാരാഷ്ട്രയിൽ കുറച്ചു കാലം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് കഴിയാൻ അവസരമുണ്ടായി. അപ്പോൾ മഹാരാഷ്ട്രയിലെ സൗത്ത് ബോംബെ കൊളാബയ്ക്ക് അടുത്താണ് ഇവരുടെ നമ്മുടെ നരിമൻ പോയിന്റ് അടുത്ത് ഇവരുടെ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും മറ്റും പ്രവർത്തിക്കുന്നത്. അവിടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ കാണുന്നത് ഖദർദാരികളെയും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും അവർ മാത്രമേ ഉള്ളൂ. ശരത് പവാർ NCP-കാരനാണ് എങ്കിലും അടിമുടി അദ്ദേഹം കോൺഗ്രസ്സുകാരൻ. 84 വയസ്സുവരെ അദ്ദേഹം കോൺഗ്രസിന്റെ ആശയത്തിൽ നിന്ന് ഒരിക്കലും മാറിയിട്ടുള്ള ഒരാളല്ല. അങ്ങനെ മാറണമെന്ന് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, RSSന്റെ കാര്യാലയം സ്ഥിതി ചെയ്യുന്ന നാഗപ്പൂർ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിൽ എല്ലാ കാലഘട്ടത്തിലും സംഘപരിവാർ ശക്തികൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് ഇന്നലെ വരെ സ്വീകരിച്ചു വന്നിരുന്ന ആളാണ് ശ്രീ ശരത് പവാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി നമുക്ക് ശരത് പവാറിന്റെ പ്രസ്താവനയിലേക്ക് വരാം. ശരത് പവാർ എന്താ പറഞ്ഞത്? നിങ്ങൾ RSS പ്രവർത്തകരുടെ ഡെഡിക്കേഷനെ കാണണം, അവരുടെ ആ പ്രവർത്തന രംഗത്തുള്ള ആത്മാർത്ഥതയെ കാണണം.
അതാണ് നിങ്ങൾ കാണുന്നത്. അതല്ലാതെ അദ്ദേഹം ഒരിക്കലും നിങ്ങൾ RSSന്റെ ആശയത്തിലെങ്കിൽ പിന്നെ ഇവരോട് NCP-കാരോട് പറഞ്ഞാൽ പോരെ നമ്മളെല്ലാം RSSൽ ചേർന്നാൽ മതിയെന്ന്. സേനാപതി വേണു ഒരു സെക്കൻഡ്, സേനാപതി വേണു, ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കോൺഗ്രസ് തയ്യാറാകുമോ? ശരത് പവാർ അങ്ങനെ ഒരു പ്രസ്താവന നടത്തി. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തുമോ? ഞാൻ പറഞ്ഞത് ഓരോ വ്യക്തികൾ ഇപ്പോ ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവും രാഷ്ട്രപതിയുമായിരുന്നു ഡോക്ടർ പ്രണാബ് കുമാർ മുഖർജി. പ്രണാബ് കുമാർ മുഖർജി ഒരിക്കൽ RSSന്റെ ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയിട്ട് RSSനെ പുകഴ്ത്തി അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു വിഷയം, അത് പല ഘട്ടത്തിലും ഇപ്പൊ മോഹൻ മറി സാറിനെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്, വളരെ കോൺഗ്രസ് രൂക്ഷമായി കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒക്കെ വളരെ വിമർശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മകൾ ശർമിഷ്ഠ മുഖർജി ഈ അടുത്ത കാലത്ത് പോലുള്ള പ്രസ്താവനയിൽ അവർ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് അത് RSS എന്നൊരു സംഘടന, ആ സംഘടനയുടെ ഒരു ഡെഡിക്കേഷനും അവരുടെ പ്രവർത്തനത്തെയാണ്, അതല്ലാതെ മറിച്ച് അവരുടെ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടോ ആ ആശയത്തെ പിന്തുണച്ചുകൊണ്ടോ അല്ല. നീലിമ, നമ്മുടെ നാട്ടിൽ മുമ്പ് പോലും ഉണ്ട് രാഷ്ട്രീയ പാർട്ടി SUCI എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ. അത് ബംഗാളിലെ സഹാബ് ശിവദാസ് ഘോഷ് കമ്മ്യൂണിസം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രൂപം കൊടുത്തൊരു പാർട്ടി. ഞാൻ എന്താണ് SUCI-ക്കാരെ ഓർമ്മപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആകെ 2 പേരേ ഉള്ളൂ. ആ 2 പേര് വളരെ മനോഹരമായി ഭിത്തിയിൽ അവരുടെ പാർട്ടിയുടെ പോസ്റ്ററുകൾ എഴുതും, ആശയങ്ങൾ എഴുതും. ഈ ബക്കറ്റുമായിട്ട് ഈ 2 പേര് പിരിവിന് നടക്കും. അവര് ഊണും ഉറക്കവും ഇതെല്ലാം ഉപേക്ഷിച്ച് ഈ SUCI എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രവർത്തനത്തിന് അത് പ്രഗത്ഭരായ ആളുകൾ, ഡോക്ടർ വേണുഗോപാലിനെ പോലുള്ള വളരെ പ്രഗത്ഭരായ ആളുകൾ, ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത്, അവരൊക്കെ SUCI ആ നിൽക്കുന്ന ഒരു ആശയത്തിൽ അവരങ്ങ് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇത് തന്നെയല്ലേ RSSനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ നമ്മൾ കാണാം കേരളത്തിൽ RSSന്റെ ശാഖാ പ്രവർത്തകർ. ഞങ്ങളുടെ നാട്ടിൽ ഇടുക്കിയിൽ ആ കാലഘട്ടത്തിൽ ഇതിന്റെ ശാഖാ പ്രമുഖർ വരുന്നത് കണ്ണൂര്, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. അവര് ഈ കാക്കി സഞ്ചിയും തൂക്കിയിട്ട് ഈ RSSന്റെ പ്രവർത്തനമായിട്ട് രാവും പകലും അവർ നടക്കുന്നു. അവരുടെ ഡെഡിക്കേഷനെ കാണുന്ന ആളുകൾക്ക് അവരോട് ബഹുമാനം, കാരണം അവരുടെ ഡെഡിക്കേഷൻ, പക്ഷെ അവരുടെ ആശയത്തോടല്ല. ഇവിടെ ശരത് പവാർ പറഞ്ഞിരിക്കുന്ന RSSന്റെ ആശയമല്ല, മറിച്ച് RSSന്റെ പ്രവർത്തകരുടെ ഡെഡിക്കേഷൻ. ആ ഡെഡിക്കേഷനെ പോലെ നമ്മളും പ്രവർത്തിച്ചാൽ, അല്ല നമ്മൾ RSSൽ ചേരണം അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്, അവരുടെ ഡെഡിക്കേഷൻ പോലെ അവരുടെ സംഘപരിവാറിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ കാര്യവാഹകർ അവർ നടത്തുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനം. നമുക്കറിയാമല്ലോ, ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം യഥാർത്ഥത്തിൽ BJP നേതൃത്വം ഭയന്നുപോയി. BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ പറഞ്ഞത് ഞങ്ങളുടെ ശക്തി കൊണ്ടാണ് ജയിക്കുന്നവർ, RSSന്റെ പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞ് RSS ഒരു ചവിട്ട് കൊടുത്തു എവിടെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ. ജയിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ ജയം വളരെ 0.72% വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളൂ. ഞങ്ങളും അവരും തമ്മിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എണ്ണിയെടുക്കാവുന്ന ആയിരങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് JP നഡ്ഡയൊക്കെ തന്റെ പഴയ പ്രസ്താവനയെ പിൻവലിച്ചുകൊണ്ട് RSSന്റെ കേന്ദ്ര കാര്യാലയം നാഗപ്പൂരിൽ ചെന്ന് അവരുമായി സന്ധി ചെയ്യോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. ഏതായാലും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ RSS വളരെ സജീവമായി അവരുടെ ഘടകങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ മുന്നേ കൂട്ടി തന്നെ അവരുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഒരുപക്ഷെ അത് കുറച്ചുകൂടി ഒന്ന് മുമ്പേ കാണാനുള്ള ഒരു എന്താ പറഞ്ഞ അതിനുള്ള അവസരം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയോ അല്ലെങ്കിൽ ജയിക്കാമെന്നുള്ള പല സർവേകളിൽ നിന്നുള്ള അനായാസമായിട്ടുള്ള സർവേ റിപ്പോർട്ടുകളൊക്കെ ഒരുപക്ഷെ ഞങ്ങളുടെ ആളുകൾ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടാകാം. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ RSSന്റെ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെയാണ് ശ്രീ ശരത് പവാർ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ശരത് പവാർ പറഞ്ഞത് നിങ്ങൾ RSSനെ കണ്ടുപിടിച്ച RSSന്റെ ആശയം. പക്ഷേ 84-കാരനായ ശരത് പവാർ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഒരിക്കൽ പോലും RSSനെ കുറിച്ച് ഇങ്ങനെയൊരു പരാമർശം നടത്തിയിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത്. ആ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേണു, ഞാൻ തിരികെ എത്താം. സേനാപതി വേണു, ഞാൻ തിരികെ എത്താം. ചെറിയൊരു ഇടവേള ഒരു സെക്കൻഡ് കൂടി തന്നാൽ മതി. അതിനുള്ള സാഹചര്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ ശരത് പവാറിന്റെ ജീവിത ചരിത്രത്തിൽ ഇന്നോളം ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായിട്ടില്ല. ഒന്നുകിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കും, അതല്ല എങ്കിൽ വിജയിച്ച് ഭരണപക്ഷത്തിരിക്കും, അതല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ കക്ഷിയാവും. ഇതുപോലൊരു പരാജയം ഉണ്ടായപ്പോഴാണ് പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം വരുന്നത് എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യം. റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി നുസ്രത്ത് ജഹാനിലേക്കാണ് പോകുന്നത്. നുസ്രത്ത്, ഇപ്പോൾ അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. വളരെ നിഷ്കളങ്കമായാണ് പറയുന്നത്. ശരത് പവാർ 84 വയസ്സായ മനുഷ്യനാണ്. ഈ ഒരു ഘട്ടത്തിൽ ശരത് പവാർ പറഞ്ഞതിനെ
സേനാപതി പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമായി അങ്ങനെ എടുക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ അങ്ങേയറ്റം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. ജീവിച്ചിരിക്കുന്നതില് ഏറ്റവും മുതിർന്ന, ഏറ്റവും രാഷ്ട്രീയം അറിയാവുന്ന ഒരു ലീഡറാണല്ലോ ശരത് പവാർ. അതാർക്കും അംഗീകരിക്കാതിരിക്കാം. ഒരു പാർട്ടിക്ക് അതിന് വേണ്ടിയിട്ട് വ്യത്യാസം ഉണ്ടാവില്ല പറയാ. അപ്പൊ ശരത് പവാറിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് പറയുമ്പോ ഒന്നുമില്ലാതെ വെറുതെ ചിട്ടകൾ പഠിക്കാനായിട്ട് മാത്രം പറയുന്നു എന്ന് തോന്നാൻ പറ്റില്ല. കാരണം ഇതിന്റെ മുമ്പ് പിന്നെ ഉദ്ധവ് താക്കറെയുടെ ഒരു ഇതും ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിക്ക് എതിരെ പറഞ്ഞു. കാരണം സവർക്കറിനെ എതിർത്ത് പറയുന്നതും അപമാനിക്കുന്നതിനെതിരെ നിയമം എടുക്കേണ്ടി വരും, ഇത് ആവർത്തിക്കരുത് എന്ന് അവിടുന്ന് പിന്നെ താക്കീത് നൽകി അല്ലെ. നമ്മൾ മഹാരാഷ്ട്രയിൽ കുറെ സംഗതികൾ ശ്രദ്ധിച്ചു ഇലക്ഷന് ശേഷം. അപ്പോ നാഗ്പൂർ അവിടെയാണ്, പിന്നെ RSS രൂപം കൊണ്ടത് അവിടെയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ലാസ്റ്റ് വരുമ്പോ RSSന്റെ ചിട്ടകൾ എന്ന് പറഞ്ഞു വരുമ്പോ ഇപ്പോ അത് സേനാപതി ജി തന്നെ പറഞ്ഞു, പിന്നെ ചിട്ടകളിനെയാണ് പറഞ്ഞത്. ശരിയാ, ചിട്ടകളിൽ തന്നെയാണ് ഈ രാജ്യത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ള അവസാനം ഏത് ലീഡറും അതിലേക്ക് തന്നെ വരേണ്ട. ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ദേശസ്നേഹികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണല്ലോ RSSനെ നമ്മളൊക്കെ കണ്ടത്. അപ്പൊ ആ ഹിന്ദുത്വം എന്നുള്ള കൊണ്ടൊന്ന് ഇവിടെ ആ ഒരു വോട്ട് രാഷ്ട്രീയം ഉണ്ടാക്കിയതിനു ശേഷമാണല്ലോ ഹിന്ദുക്കള് എന്ന് പറഞ്ഞാല് RSSകാര്, രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവര് പറഞ്ഞാൽ RSS സംഘികള്. ഈ ഒരു വിധത്തില് വ്യാഖ്യാനം ഒടിച്ചുണ്ടാക്കിയ ഒരു നെറേറ്റീവാണ് കോൺഗ്രസിന്റെ ഈ കാലത്തോളം വന്ന നെറേറ്റീവാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളുടെ മനസ്സിൽ വരെ RSS എന്ന് പറഞ്ഞാൽ എന്തോ ഭീകരവാദികളാണ്. അപ്പൊ അത് മനസ്സിലാക്കിയ ഒരു ലീഡർ തന്നെയാണ് ശരത് പവാർ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം. അദ്ദേഹത്തിന്റെ അത്ര രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ ഇന്നിപ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തില് പ്രവർത്തനത്തിലില്ല അല്ലെ. ഈ വയസ്സിലും അദ്ദേഹം ചുറുചുറുക്കോടെ എത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമായി അദ്ദേഹം ഫൈറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ RSSനെ ചിട്ടയാണ് RSSന്റെ ആശയമല്ല എന്ന് പറയുമ്പോ അതിലൊരു പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എനിക്ക്. കാരണം നമ്മൾ ആലോചിക്കണ RSSനെ നമ്മളൊക്കെ സ്നേഹിക്കണ രാഷ്ട്രത്തെ സ്നേഹിക്കണ, രാഷ്ട്രത്തിന്റെ ട്രഡീഷൻ കൾച്ചർ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി വന്നൊരു പാർട്ടി. പിന്നെ അത് 1924 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്ന സമയത്തും ഇവിടെ ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് മാത്രമാണല്ലോ RSS ഏറ്റവും വലിയ ഹിന്ദുത്വ പരത്തുന്ന ഒരു പാർട്ടിയാണെന്നുള്ള ഇവര് പ്രഖ്യാപിക്കാൻ കാരണം. രാജ്യത്തിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോ മുസ്ലിങ്ങൾക്കൊരു രാജ്യം മുറിച്ച് നെഹ്റുവും ഗാന്ധിജിയും കൊടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ കാര്യം വരുമ്പോ ഇന്ത്യന്റെ ട്രഡീഷൻ കൾച്ചർ ഉയർത്തിപ്പിടിക്കാൻ മാത്രം പറഞ്ഞത് ഇത്രയും മുതിർന്ന നേതാക്കൾ അത് പറയും. കാരണം നാളെ നമുക്ക് ആവശ്യം എന്താണ്? ഈ രാജ്യത്തിന്റെ ചുറ്റുന്നു നിന്ന് നമ്മളെ തിന്നോണ്ട് ക്യാൻസർ ബാധിച്ച പോലെ കാർന്ന് തിന്നോണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലായാലും പാകിസ്ഥാൻ ബോർഡർ ആയാലും താലിബാൻ ആയാലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ചിന്തയിലേക്ക് ഏതൊരു ഭാരതീയനും സമയം വരുമ്പോ എന്താ പറയാ പോക്കറ്റ് നിറയ്ക്കുന്നതിനും പിന്നെ അധികാരത്തുനിന്നും ഒക്കെ പോകുമ്പോ നമ്മുടെ രാജ്യമെന്നു സത്യസന്ധമായി നമ്മളുടെ പിന്നെ സിദ്ധാന്തങ്ങളും ട്രഡീഷൻസും നമ്മളുടെ എല്ലാ ധർമ്മത്തിനെ പറ്റി പറഞ്ഞത് നമ്മളെ രാഷ്ട്രമാണ് അല്ലെ. നമ്മളെ രാഷ്ട്രത്തിന്റെ കൾച്ചർ ഇന്ന് വരെ പോവാണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ മുസ്ലിം പിന്നെ ആധിപത്യം വന്നു, മുഗളന്മാര് വന്നു, ബ്രിട്ടീഷേഴ്സ് വന്നു. അപ്പൊക്കെ ഇതിൽ അടിച്ചു നിൽക്കാൻ കുറച്ച് ആൾക്കാർ RSS എന്ന് പറയണ ഈ സംഖ്യകൾ ഉണ്ടായത് കൊണ്ടാണെന്നുള്ള ഈ പറയണ ഇവർക്കൊക്കെ അറിയാം. ഇന്ത്യനെ സ്നേഹിക്കണ രാഷ്ട്രീയം പറയണ ഈ കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാം. അവരും ഒരു നേരം ഇരുന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുന്ന ഒരു സമയം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. അതുകൊണ്ട് ഇത് ചെറിയ നിസ്സാരമായിട്ടൊന്നും കാണണ്ട. നമ്മൾ പലതും മഹാരാഷ്ട്ര രാഷ്ട്രീയം എപ്പോ രാവിലെ ഒന്നാണെങ്കിൽ ഉച്ചക്ക് വേറെ ആയി മാറുന്ന പറയാ. കാരണം ഞങ്ങളെ പാർട്ടി മഹാരാഷ്ട്ര എന്നാണ്. ഞങ്ങളെ മന്ത്രി തന്നെ എപ്പോ പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് 22ാമത്തെ വയസ്സിൽ അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആയിട്ട് എടുത്തത് ഈ ശരത് പവാറാ. അപ്പൊ അങ്ങനത്തെ ഒരു യൂത്തിന് അവസരം കൊടുക്കുക, എന്താണ് ഭാവി രാഷ്ട്രീയം, ഫ്യൂച്ചർ എന്നുള്ള മുൻകൂട്ടി കാണുന്ന ഒരു നേതാവാണ് പിന്നെ ശരത് പവാർ. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായിട്ടുള്ള ഒരു കമന്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും കാണണ്ട. ഇത് തീർച്ചയായിട്ടും
ഈ അവരുടെ ഒരു തോട്ട് ഇതിലേക്ക് വന്നു എന്നുള്ളതാണ് പല രാഷ്ട്രീയ നീക്കങ്ങളിലും മഹാരാഷ്ട്രയിൽ നിന്ന് അറിയാൻ പറ്റിയത്. അതിന്റെ എല്ലാ കാര്യങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് എഫക്റ്റ് ഒക്കെ ഇനിയിപ്പോ അടുത്ത വരുന്ന ഇലക്ഷനുകളിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് അവര് വിശ്വസിക്കുന്നത്. ശരി, നുസ്രത്ത് അതാണ് പറഞ്ഞു വെക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളെന്ന നിലയിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വെറും ഒരു നേരം പോക്കായൊക്കെ നമുക്ക് കരുതാൻ കഴിയുമോ? പ്രത്യേകിച്ച് മറാത്ത രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് പോലും വൻതോതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. 10 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു ആ മറാത്തയിലെ അതികായന്, രാഷ്ട്രീയ അതികായന്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വസ്തുതകളായി നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ RSS എന്താണെന്ന് അറിയാത്ത ആളല്ല ശരത് പവാർ എന്ന് പറയുന്നത്. അവിടെ വിദർഭ മേഖലയിൽ അവിടെ നിന്ന് ഉയർന്നു വന്ന നേതാവ്, നാഗ്പൂർ ഉൾപ്പെടുന്ന വിദർഭ മേഖലയിൽ നിന്നും വരുന്ന ആളെന്ന നിലയിൽ RSS എന്താണെന്ന് വളരെ കൃത്യമായി അറിയാം. RSSന്റെ ചിട്ടകൾ അറിയാം, അവരുടെ രാഷ്ട്രീയം അറിയാം, അവരുടെ രീതികൾ അറിയാം. പക്ഷേ ഈ 84 വയസ്സ് വരെ ഇതുവരെ അത്തരത്തിൽ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ എന്താണ് പുതിയ ഒരു ചിന്തയ്ക്ക് പിന്നിൽ? നീലിമ, ആള് ശരത് പവാറാണ്. പ്രസ്താവന പ്രഥമദൃഷ്ട്യ നിർദോഷമാണ് എന്ന് തോന്നാം. പക്ഷെ നാനാർത്ഥങ്ങളുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ശരത് പവാറിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. പ്രകീർത്തിച്ചിരിക്കുന്നത് RSSനെ കുറിച്ചാണ്. RSSൻ്റെ ഒരു ഡയമെൻഷൻ, RSS ഒരു മൾട്ടി ഫാസറ്റഡ് സോഷ്യൽ ഓർഗനൈസേഷനാണ്. അവിടെ RSSൻ്റെ സംഘടനാ ശക്തി എത്രത്തോളം പ്രഗത്ഭമായിട്ടാണ് സംഘടനാ സംവിധാനം ചലിപ്പിക്കുന്നത്, അതെത്രത്തോളം ഇലക്ഷന് പ്രയോജനം ചെയ്യുന്നു. NCPക്കും അതുപോലെയൊക്കെ ആണെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ഒരു ആത്മകഥം പോലെയാണ്, ഒരു തരം ഇൻട്രോസ്പെക്ഷൻ പോലെയാണ്. നമ്മുടെ പാർട്ടിക്ക്, NCPക്ക് അതുപോലെയൊക്കെ ആകാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന ഒരു പ്രയോഗം. അത് തീർച്ചയായും വന്നിരിക്കുന്നത് ശരത് പവാറിൻ്റെ നാവിൽ നിന്നായതുകൊണ്ട് ആണ് ഇത്രയധികം ചർച്ച വരുന്നത്. എല്ലാവരും പറയുന്നത് വളരെ കൃത്യമാണ്. ശരത് പവാർ നിലവിൽ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പരിണിതപ്രജ്ഞനായ, ഏറ്റവും വൈഭവമുള്ള, ഏറ്റവും തന്ത്രശാലിയായ, കാറ്റുള്ളപ്പോൾ പാറ്റാനറിയാവുന്ന, ഒന്നാന്തരം മെയ്വഴക്കമുള്ള നേതാവാണ്. ഒരുപക്ഷേ ഈ ഇന്ത്യ സഖ്യത്തിന്റെയൊക്കെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം നമുക്ക്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഒക്കെ അടിത്തറയിട്ടതും മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിയുടെ ഒരു അച്ചുതണ്ടെന്ന് പറയുന്നതും ഒക്കെ ശരത് പവാർ തന്നെയാണ്. ശരത് പവാർ കോൺഗ്രസുമായി ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ നിന്നിട്ടുണ്ട്. ഈ നേരത്തെ ഇവിടെ ശ്രീ സേനാപതി വേണു പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ട്രൈക്കളർ ഉപേക്ഷിച്ചിട്ടില്ല. കോൺഗ്രസ് എസ്സിലായിരുന്നു. എസ് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്. അദ്ദേഹം ഒരു റിബലായി, മമതാ ബാനർജി ബംഗാളിൽ റിബലായി നിന്നതുപോലെ അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഗാന്ധി നെഹ്റു കുടുംബത്തോട് പലപ്പോഴും ഇണങ്ങിയും കലഹിച്ചുമൊക്കെ നിന്നതാണ്. പക്ഷേ അവിടെ എപ്പോഴും കോൺഗ്രസ് അസ്തിത്വം ഇപ്പോഴും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. ആ കണക്കിൽ പറയുമ്പോൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിൻ്റെ ഒരു അവാന്തര വിഭാഗം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളെ ഏറ്റവും നന്നായി അപഗ്രഥിക്കാൻ, രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ കാര്യമാണ്, അപഗ്രഥിക്കാൻ അറിയാവുന്ന ഒരാളാണ് ശ്രീ ശരത് പവാർ. നോക്കൂ, നീലിമ ഇവിടെ സൂചിപ്പിച്ച ഒരു യാഥാർത്ഥ്യം, ശരത് പവാറിൻ്റെ കക്ഷി കേന്ദ്രത്തിലേക്ക്, പാർലമെന്റിലേക്ക് 8 MP-മാരെ അയച്ചു. പക്ഷേ അവർ പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിലെ 232 MP-മാരിൽ 8 MP-മാർ NCP ശരത് പവാർ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവർ പാർലമെന്റിന്റെ കോഫി ഹൗസിൽ പോയി ചായ കുടിക്കാമെന്നുള്ളതല്ലാതെ ഭരണത്തിൽ പങ്കാളിത്തമില്ലാതെ എത്ര കാലം ഈ MP-മാരെ തന്നോടൊപ്പം പിടിച്ചു നിർത്താനാവും? അത് വലിയൊരു ചോദ്യമാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൾ സുപ്രിയ സുലെ, ആ സുപ്രിയ സുലയെ ഒരു കര എത്തിച്ചിട്ട് വേണം തനിക്ക് വനവാസത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ആക്റ്റീവ് പൊളിറ്റിക്കൽ കരിയർ അവസാനിപ്പിക്കാൻ. അതിനിപ്പോൾ സാധിക്കണമെങ്കിൽ സുപ്രിയ സുലയ്ക്ക് കേന്ദ്രത്തിൽ ഒരു അധികാര സ്ഥാനം ഉണ്ടാവണം. അത് ഏതൊരു പിതാവിൻ്റെയും ആഗ്രഹം പോലെ ശരത് പവാറിൻ്റെ ആഗ്രഹമാണ്. അതുപോലെ സംസ്ഥാനത്തെ യാഥാർത്ഥ്യം നേരെ മറുവശത്താണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ NCP കോൺഗ്രസ് ഉദ്ധവ് താക്കറെ സഖ്യം തോറ്റമ്പി. NCP ശരത് പവാറിൻ്റെ വിഭാഗത്തിന് കേവലം 10 MLA-മാരെ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ യാതൊരു വിലപേശൽ ശക്തിയുമില്ല. അപ്പോൾ കേന്ദ്രത്തിലും ഭരണമില്ല, സംസ്ഥാനത്തിനും ഭരണമില്ലാതെ എത്ര കാലം NCPയുടെ പവാറിൻ്റെ പിന്തുണക്കാരെ അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ കഴിയും എന്ന ഒരു പ്രായോഗിക ചോദ്യമുണ്ട്. അപ്പോഴാണ് അനന്തമായ സാധ്യതകളുടെ വാതിലുകളാണ് അജിത് പവാറിലൂടെയും അതുപോലെ പ്രഫുൽ പട്ടേലിലൂടെയും ഉയരുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ,
പ്രഫുൽ പട്ടേൽ അതുപോലെ തന്ത്രശാലിയാളാണ്. അദ്ദേഹം ഇപ്പോൾ അനന്തരവനായ അജിത് പവാറിൻ്റെ കൂടെയാണ്. അദ്ദേഹം ദേശീയ ജനാധിപത്യ സഖ്യത്തിലാണ്. പ്രഫുൽ പട്ടേലിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഈ അമ്മാവനെയും അനന്തരവനെയും ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ അതൊരു സാധ്യതയാണ്. അതിന് പെട്ടെന്ന് അങ്ങനെ കൂടി വരാനാവില്ല. കാരണം ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട്, ഒരുപാട് ബാഡ് ബ്ലഡ് ഒഴുകിയതാണ്. അതുകൊണ്ട് ഒരു തുടക്കമെന്ന നിലയിൽ RSSനെ കുറിച്ച് തൊട്ടുകൂടായ്മയില്ല. RSSന്റെ ചില രീതികൾ സ്വീകാര്യമാണ്, പകർത്താവുന്നതാണ്, നമുക്ക് മാതൃകയാക്കാവുന്നതാണ് എന്ന് പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായി ഒന്നുകിൽ 2 ഓപ്ഷൻസാണ് പവാറിൻ്റെ മുന്നിൽ ഇപ്പോഴുള്ളത്. 3 ഓപ്ഷൻസാണ്. ഒന്ന് ഇന്ത്യ മുന്നണിയിൽ തന്നെ തുടരുക, ഇന്ത്യ മുന്നണിയുടെ അച്ചുതണ്ട് ശക്തിയായ കോൺഗ്രസിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുക, മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാദിയുടെ നഷ്ടപ്രതാപത്തെ പുനരുജ്ജീവിപ്പിക്കുക. അതൊരു ഓപ്ഷൻ. അത് ഉടനടി ലോക്സഭാ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ വരാനില്ല. ഇനി വരാനുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഉടനടി കാര്യമായ നേട്ടം വരാനില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ലയിക്കുകയോ പിണങ്ങി പോവുകയോ ഒക്കെ ചെയ്യാവുന്ന പാർട്ടിയാണ് NCP. അതുകൊണ്ട് അജിത് പവാറുമായി സന്ധി ചെയ്തുകൊണ്ട് സുപ്രിയ സുലെയും അജിത് പവാറും ഭാവി നേതാക്കളായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രഫുൽ പട്ടേലിനെ അദ്ദേഹത്തിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു അംഗമാക്കിക്കൊണ്ട് ക്യാബിനറ്റ് റാങ്കോടുകൂടി 2 പേരെ അജിത് പവാർ വിഭാഗത്തിൽ നിന്നും പ്രഫുൽ പട്ടേലിനെയും പിന്നെ തൻ്റെ പ്രിയപ്പെട്ട പുത്രി സുപ്രിയ സുലെയെയും കേന്ദ്ര ക്യാബിനറ്റ് റാങ്കോടുകൂടിയും പിന്നെ ഒരാളെ സഹമന്ത്രി പദത്തിൽ. അപ്പോൾ 2.5 മന്ത്രിമാരാണ് ഇപ്പോഴത്തെ ഒരു ദിവാസ്വപ്നം. അത് ദിവാസ്വപ്നം എന്ന രീതിയിൽ ഇപ്പോൾ കാണാനാവൂ. പക്ഷേ അദ്ദേഹം കാണുന്ന പല സ്വപ്നങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അജിത് പവാറിൻ്റെ NCPയുമായി യോജിച്ച് പ്രവർത്തിക്കുകയോ അത് സാധിച്ചില്ല എങ്കിൽ ഒറ്റയ്ക്ക് BJP മുന്നണിയുമായി NCP ഘടകകക്ഷിയായി മാറുകയോ ചെയ്യുന്നത് ഒരിക്കലും അസാധ്യമായ കാര്യമല്ല. അത് മാത്രമല്ല, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള കേവലം ചെറിയൊരു മാർജിനാണ് മെജോറിറ്റി. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട പാർട്ടികളുടെ സപ്പോർട്ടിലാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ് അവിടെ നിൽക്കുന്നത്. അത് ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും അതുപോലെ ആന്ധ്രയിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ശരത് പവാറിൻ്റെ പാർട്ടി കൂടി 8 MPമാരുടെ പിൻബലം കൂടി ലഭിക്കുകയാണെങ്കിൽ അത് നൽകുന്ന ഒരു പിൻബലം, കേന്ദ്ര സർക്കാരിന് നൽകുന്ന പിൻബലം ചില്ലറയല്ല എന്ന ബോധം BJPക്കുണ്ട്, ഒരുപക്ഷെ ശരത് പവാറിനുണ്ട്. ഈ ഇൻട്രസ്റ്റുകൾ കൺവേർജ് ചെയ്യുന്നു. ശരത് പവാറിൻ്റെ എടുത്തിട്ട് സംസ്ഥാനത്തിനെയും BJPക്ക് കാര്യമായ ഗുണമില്ല. കാരണം അദ്ദേഹത്തിന് അതില്ലാതെ തന്നെ, പവാറിൻ്റെ പിന്തുണ ഇല്ലാതെ, കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെയുടെ പിൻബലം ഇല്ലാതെ തന്നെ 5-ൽ 4 ഭൂരിപക്ഷം ലഭിച്ച സംസ്ഥാനത്ത് പവാർ ഒരുപക്ഷെ ഒരു ബാധ്യതയാണ്. പക്ഷെ അങ്ങനെയല്ല കാണുന്നത്. കേന്ദ്രത്തിന് ഇനിയുള്ള 4.5 വർഷം സുസ്ഥിരമായി മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന കക്ഷിയുടെ പിന്തുണയുണ്ടെങ്കിൽ അത് നല്ലത്. അതുകൊണ്ടാണ് 2 വിഭാഗത്തിൻ്റെയും ഇൻട്രസ്റ്റ് അവിടെ കൺവേർജ് ചെയ്തത്. ഇതൊരു നിരീക്ഷണം മാത്രമാണ്. അതുകൊണ്ട് നാളെ ശരത് പവാർ BJPയോട് സഹകരിച്ച മുന്നണിയിലെത്തും എന്ന് കൃത്യമായി പറയാനായിട്ടില്ല. പക്ഷേ അസംഭവ്യമായ കാര്യമല്ല അതെന്ന് സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. അതിനുള്ള ഒരു ഫീലർ, കളമൊരുക്കൽ അല്ലെങ്കിൽ കളം റെഡിയാക്കി വെക്കൽ, ഇതാണ് ശരത് പവാറിൻ്റെ RSSൻ്റെ സംഘടനാ സംവിധാനത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസ്താവനയുടെ പിന്നിൽ. ഇതാണ് ഞാൻ കാണുന്നത്. യെസ്, യുവരാജ് ഗോകുല്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ നിലംപരിശായതാണ് ഉദ്ധവ് താക്കറെ വിഭാഗവും അതുപോലെ ശരത് പവാറിൻ്റെ NCP എന്ന് പറയുന്നത്. ഈ അണികളെല്ലാം വലിയ നിരാശ അനുഭവിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ജയിച്ചു നിൽക്കുന്ന വിഭാഗത്തിൻ്റെ കൂടെ ചേക്കേറാൻ വലിയ മത്സരം അവിടെ നടക്കുകയും ചെയ്യുകയാണ്. ഈ ഘട്ടത്തിൽ അവിടെ മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന ആ ഒരു സഖ്യം തന്നെ, അതിൻ്റെ തന്നെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ അഭിപ്രായം? അല്ല, ശരത് പവാറിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലവിൽ പ്രതിപക്ഷ ചേരിയിലുള്ള ഏറ്റവും സമുന്നതനായ നേതാവാര്, ഏറ്റവും അധികം രാഷ്ട്രീയമായ ദിഷ്ണാശക്തിയുള്ള നേതാവാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരത് പവാർ തന്നെയാണ്. ശ്രീ സേനാപതി വേണു പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞതിനെ നമ്മൾ മനസ്സിലാക്കിയത് തെറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ശരത് പവാർ RSSനെ പ്രൈസ് ചെയ്തു എന്നുള്ള വാർത്ത നമ്മൾ ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ടുഡേ മുതൽ ബിസിനസ് സ്റ്റാൻഡേർഡ് മുതൽ
മിറർ നൗ മുതൽ എല്ലാവരും ഏകസ്വരത്തിൽ തന്നെയാണ് ആ വിഷയത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ അവതരിപ്പിക്കപ്പെടും എന്ന് മനസ്സിലാക്കുവാനുള്ള പൊളിറ്റിക്കൽ നോളജ് ഇല്ലാത്ത ആളല്ല ശരത് പവാർ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഒരു പ്രസ്താവന പറയുമ്പോൾ ആ പ്രസ്താവന ഏതൊക്കെ തലത്തിലാകും രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുക എന്ന് അത്രയേറെ ബോധ്യമുള്ള ഒരാളാണ് ശരത് പവാർ. അദ്ദേഹത്തിന് രാഷ്ട്രീയം നമ്മൾ പോയി പഠിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടും തന്നെ ആ കാര്യത്തെക്കുറിച്ചിട്ട് നല്ല ബോധ്യമുണ്ട്. പിന്നെ ആദ്യമായിട്ടല്ല അദ്ദേഹത്തിന് ഇപ്പോൾ അധികാരം നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറയുന്നത് പോലെ തന്നെ എന്താണ് അദ്ദേഹം പറയുന്നത്, ഇത്രയും വലിയൊരു പരാജയം ആദ്യമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹം RSSനെ കണ്ടു പഠിക്കാൻ പറഞ്ഞത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു വേർഷനായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ അദ്ദേഹം പറയുന്നത്. പക്ഷേ 2014 മുതൽ അധികാരത്തിൽ നിന്ന് മഹാരാഷ്ട്രയിൽ മാറി നിൽക്കേണ്ടി വരും. വളരെ ചെറിയൊരു പീരീഡിലേക്ക് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടൊരു കാര്യം നടത്താൻ സാധിച്ചുവെങ്കിലും അതിന് മുൻപും കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏറെക്കുറയും അധികാരം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തന്നെയായിരുന്നു NCP ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിൽ അധികാരം ഉണ്ടായിരുന്നു, കേന്ദ്രത്തിലും അധികാരം ഇല്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് അവരുടെ പാർട്ടി മിഷനറിയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ നീലിമ ഇതിനകത്തൊരു വലിയ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ കേരളത്തിലിരുന്ന് ഈ വലിയ BJP വിരുദ്ധതയൊക്കെ പറയുമെന്നുണ്ടെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുമായി കൈ കൊടുത്തിട്ടില്ലാത്ത ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് നാഷണൽ സ്ഫിയറിലുള്ളത്? എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഒഴിച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഒഴിച്ച് ഏറെക്കുറെ ഏതാണ്ട് എല്ലാവരും തന്നെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ BJPയുമായിട്ട് സഹകരിച്ചിട്ടുള്ളതാണ്. മമതാ ബാനർജി സഹകരിച്ചിട്ടില്ലേ? DMK സഹകരിച്ചിട്ടില്ലേ? നാഷണൽ കോൺഫറൻസ് സഹകരിച്ചിട്ടില്ലേ? ജമ്മു കശ്മീരിലെ PDP സഹകരിച്ചിട്ടില്ലേ? അതിലും വലുതൊന്നും അല്ലല്ലോ NCP എന്ന് പറയുന്നത്. NCPയുടെ തന്നെ ഒരു ഫ്രാക്ഷൻ മൊത്തമായിട്ട് അടർന്നു വന്ന് BJPയുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇനിയാണോ മറു ഫാക്ഷൻ വരാൻ വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടുള്ളത്? അത് തീർത്തും ദുർബലമായ ഒരു വിഭാഗം, അത് തീർത്തും ദുർബലമായി നിൽക്കുന്ന ഒരു വിഭാഗം. അല്ല, ഞാൻ അതിനത്ര ദുർബലമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ശരത് പവാർ എന്ന് പറയുന്ന ഒരു അധികായൻ അവിടെ നിൽക്കുന്നിടത്തോളം വെറും ഇലക്ട്രൽ നമ്പേഴ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ നമ്പേഴ്സിലോ മാത്രം നമുക്ക് ആ വിഭാഗത്തിനെ നമുക്ക് കണക്കുകൂട്ടി വിധി എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹം എന്ന് പറയുന്ന ഒരാൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനെ എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കുവാൻ വേണ്ടിയിട്ട് കഴിവുള്ള ആളാണ്. കാരണം അദ്ദേഹത്തിന് അത്രത്തോളം ഗ്രൗണ്ട് പൊളിറ്റിക്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരണയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ധാരണകളെയും മറികടക്കുന്ന പ്രകടനമാണ് ദേവേന്ദ്ര ഫഡ്നാവിസും RSSൻ്റെ കേഡർ സംവിധാനവും എല്ലാം കൂടി തന്നെ മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അവരെ കാൽക്കുലേഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തേക്ക് അല്ലെങ്കിൽ ആ താൽക്കാലികമായി ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഭാസമല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. കാരണം മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഡേ ബൈ ഡേ വീക്കായി വരികയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഷനറി ചലിപ്പിക്കുവാൻ കഴിയാത്ത സ്ഥലത്തിൽ അത് വീക്കായി വരികയാണ്. അപ്പോൾ തൊട്ടടുത്ത ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇത് അവശേഷിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്തെ നേതാവിനെ കോൺഗ്രസ്സിന് കിട്ടി എല്ലാമൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ്സിന് ഇവിടെ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് തുടർ പരാജയങ്ങളുടെ കഥ മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. 2024 മുമ്പ് എന്തായിരുന്നു? അപ്പോഴും പരാജയങ്ങളുടെ കഥ മാത്രമാണ് പറയാനുള്ളത്. 2024 പരാജയപ്പെട്ട ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാജയത്തിന് പോലും വിജയമായിട്ട് ആഘോഷിച്ച് ഇവിടെ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്തു എന്നുള്ളതിലുപരി അവർക്ക് എന്താണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ പൊളിറ്റിക്കലി ഒരു വലിയ ഗെയിൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്? ഒന്നും സാധിച്ചിട്ടില്ല. പലയിടത്തും അവർക്ക് വിജയത്തിൻ്റെ അടുത്ത് വരെ എത്തുകയും അവസാനം മൊറൽ വിക്ടറി ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ 2017 ഗുജറാത്തിൽ തോറ്റതിന് ശേഷം എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്കാണ് മൊറൽ വിക്ടറി എന്ന് പറഞ്ഞു. അതിനുശേഷം ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് തന്നെയാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പറയുന്നത്. ഞങ്ങൾ തോറ്റു, പക്ഷേ ഞങ്ങൾക്കാണ് മൊറൽ വിക്ടറി എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ഹരിയാന തിരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പും കഴിഞ്ഞോടുകൂടി ആ മൊറൽ വിക്ടറിയും കാണാനില്ല. അപ്പോൾ സാഹചര്യം അതാണ്. ഈ സാഹചര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും അതിനനുസരിച്ച് കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാനും നല്ല ധാരണയുള്ള നേതാവ് തന്നെയാണ് ശരത് പവാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒന്നും കാണാതെയല്ല. ഇന്ത്യൻ മീഡിയ എന്ത് ചർച്ച ചെയ്യും, എന്ത് ചർച്ച ചെയ്യില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് സേനാപതി വേണു, അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളെയൊന്നും അത്ര വില കുറച്ച് കാണേണ്ടതില്ല. വളരെ കൃത്യമായി കരുക്കൾ നീക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഓരോ ചുവടും മുന്നോട്ട് പോകുന്നത്. നോക്കൂ, ഇന്ത്യ സഖ്യം നിലവിൽ വരാൻ അദ്ദേഹം എടുത്ത
എഫേർട്ട് നമുക്കറിയാം. എത്രയോ യോഗങ്ങൾ അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാകെയൊക്കെയായി ഒരുപാട് യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിലൊക്കെ ശരത് പവാറിന്റെ വലിയ നേതൃപാടവം നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് മാറി ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഇനി ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന തിരിച്ചറിവിലേക്ക് ഈ മറാത്ത രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എത്തിയോ എന്നതാണ് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നത്. അത് നിരാകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ അഡ്വക്കേറ്റ് സേനാപതി വേണു. അല്ല, ഇവിടെ നീലിമ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരത് പവാറിനെ പോലെ ഒരു രാഷ്ട്രീയ അധികായകന് NDA സഖ്യവുമായി ചേർന്നുകൊണ്ട് എന്ത് അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് കഴിയും? അദ്ദേഹം UPA സഖ്യത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം രാജ്യരക്ഷാ മന്ത്രി, ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം ഇനിയിപ്പോ ഒരു എന്താ പറയുക, നമ്മൾ ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് അങ്ങ് ചേരി കാണുന്ന വിചാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു തന്ത്രപ്രധാനമായ പദവി കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ BJP നയിക്കാനായി എന്താ പറഞ്ഞ ഫഡ്നാവിസ് ഉണ്ട്. ഇനി അതല്ല എങ്കിൽ ഏകനാഥ് ഷിൻഡെ ഉണ്ട്. ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന് ദേശീയ സഖ്യവുമായി ചേർന്നത് കൊണ്ട് ഒരു നേട്ടവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഇനി ഒരു അദ്ദേഹം പുത്രിവാത്സല്യത്തിന്റെ ആളാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു. കേൾക്കൂ, ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, കോൺഗ്രസിന്റെ ഒരു സർക്കിളുകളിൽ ഇപ്പൊ അത് എത്രമാത്രം അത് ഈ വേദിയിൽ പറയാൻ കഴിയുമോ എന്ന് പോലും അത് എന്താ പറഞ്ഞേ, അത് നമുക്ക് പിന്നീട് കാത്തിരുന്ന്, മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ കാത്തിരുന്ന് കാണാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത്, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി ഒരു ചർച്ചയിൽ ശരത് പവാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 84 വയസ്സ്. ഇനി ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5 കൊല്ലം അല്ലെ 4.5 കൊല്ലം കാലം കഴിഞ്ഞുള്ള ഒരു തെരഞ്ഞെടുപ്പുമായി, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയുമോ എന്നുള്ളത് അത് കാലം നൽകേണ്ട ഉത്തരമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അത് ചിലപ്പോൾ ഈ വർഷം 2025 തന്നെ സംഭവിക്കാം, അതല്ലെങ്കിൽ സെർട്ടൻലി 2026, ശരത് പവാറിന്റെ പാർട്ടി മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൽ ലയിക്കുകയും സുപ്രിയ സുളെ കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അവസാനത്തെ വാക്കൊന്നും ഞാൻ പറയില്ല, അങ്ങനെ ഒരു നേതൃത്വ രംഗത്തേക്ക് വരുന്ന ഒരു ചർച്ചകൾ അത് NCPയും കോൺഗ്രസുമായി വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അത് ഞങ്ങളുടെ പാർട്ടി സർക്കിളുകളിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ളതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത്, യാതൊരു കാരണവശാലും ശരത് പവാറിനെ പോലൊരാൾക്ക് തന്റെ ജീവിതകാലം താൻ എല്ലാ കാലവും എതിർത്തിട്ടുള്ള ഹിന്ദുത്വ സംഘപരിവാർ അജണ്ട, അത് എല്ലാ കാലഘട്ടത്തിലും, കാരണം അദ്ദേഹത്തിന്റെ മരുമകൻ അജിത് പവാർ മാറിയപ്പോഴും പ്രഫുൽ കുമാർ പട്ടേൽ മാറിയപ്പോഴും ഒക്കെ എന്തുകൊണ്ട് അദ്ദേഹം ഈ സംഘപരിവാർ ശക്തികളെ തള്ളിപ്പറയുകയും ഇവരുടെ ബന്ധുക്കൾ തന്നെ ബാരാമതിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇദ്ദേഹം അതിശക്തമായ നിലപാട് സ്വീകരിച്ചതൊക്കെ, അജിത് പവാറിന്റെ ഭാര്യയും സുപ്രിയ സുലെയും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള എന്താ പറഞ്ഞ ആശയ ഭിന്നതയോ അഭിപ്രായ ഭിന്നതയോ നമ്മൾ കണ്ടതാണ്. അപ്പം ആ ഘട്ടത്തിലൊക്കെ ഈ സംഘപരിവാർ ശക്തികളെ പിന്തുണയ്ക്കുന്ന അജിത് പവാറിനെയും അല്ലെങ്കിൽ പ്രഫുൽ പട്ടേലിനെയും ഒക്കെ അതിനിശിതമായി എതിർത്തുകൊണ്ട് ഒരു നിലപാടാണ് ശ്രീ ശരത് പവാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഇന്നലെ ശരത് പവാർ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെ ഉദ്ദീപിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മൊറൽ അത് അപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഉദാഹരണം എന്ന നിലയിൽ കാണിച്ചിട്ടുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വ്യാഖ്യാനവും അതിനുണ്ടാകണം എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീ യുവരാജ് ഗോകുല് അദ്ദേഹം കോൺഗ്രസിനെ നിശിതമായിട്ട് വിമർശിക്കുന്നു. ശരിയാണ്, ഞങ്ങൾ 10 കൊല്ലമായിട്ട് അധികാരത്തിന് പുറത്താണ്. പക്ഷേ 303-ൽ നിന്ന് 400-ലേക്കും 370-ലേക്കും പോകാൻ നിന്നവരെ ഞങ്ങൾ കേവല ഭൂരിപക്ഷത്തിന്റെ താഴേക്ക് എത്തിച്ചിരിക്കുന്നു. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിന്റെ മികവ്. ശരിയാണ്, ഞങ്ങൾ ഹരിയാനയിൽ തോറ്റു, മഹാരാഷ്ട്രയിൽ തോറ്റു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങളും ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ജയിക്കുന്നിടത്താണല്ലോ ഞങ്ങൾ തെലങ്കാന പോലുള്ള സംസ്ഥാനത്തും കർണാടകത്തിലുമൊക്കെ ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വന്നിരിക്കുന്നത്. ഞങ്ങളെ അങ്ങനെ എഴുതി തള്ളാനൊന്നും കഴിയുന്നല്ലോ. പിന്നെ ശിവരാജ് 1ാം ഫേസിൽ പറഞ്ഞൊരു കാര്യം, വളരെ ശക്തമായ ഒരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു. VD സതീശനെ പോലെ ഒരാള് RSSന്റെ പരിപാടികളിൽ പങ്കെടുത്തു എന്നുള്ളത് അത് തികച്ചും എന്താ പറഞ്ഞ അത് വസ്തുതാവിരുദ്ധമാണ്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതല്ലേ, നമ്മൾ എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട്. ഗോൾവാൾക്കറുടെ മുന്നിൽ വിളക്ക് കൊളുത്താൻ
മടിയില്ലാതെ നിൽക്കുന്ന വി ഡി സതീശൻ. ആ ചർച്ചയൊക്കെ വളരെ സജീവമായി വന്നതാണ്. എന്നിട്ടും ആർ എസ് എസിനെ തള്ളിപ്പറയുന്ന നിങ്ങളുടെ സമീപനത്തെ അന്ന് തന്നെ തുറന്ന് എതിർത്തതാണ്. ശ്രീ യുവരാജ് ഗോകുൽ അതിനൊരു മറുപടി പറഞ്ഞിട്ട് നമുക്ക് പോകാം. ആ പ്രോഗ്രാം RSSന്റെ പരിപാടി ആയിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട്. ശരി, സേനാപതി വേണു ഒരു സെക്കൻഡ് യുവരാജ് ഗോകുൽ മറുപടി പറയട്ടെ. ശ്രീ സേനാപതി വേണു, പിന്നെ അത് ആരുടെ പരിപാടി ആയിരുന്നു എന്നൊന്ന് പറയാമോ? അല്ല, RSS നടത്തിയ ഒരു പരിപാടി അല്ലല്ലോ. അല്ല, RSS എന്ന് പറയുന്നത് 10-32 പരിവാർ സംഘടനകളെല്ലാം കൂടി ചേരുന്ന ഒരു എന്താണ് വലിയൊരു പ്രസ്ഥാനമാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള ഏത് പ്രസ്ഥാനത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്താലും അത് സംഘപരിവാർ വേദി തന്നെയാണ്. സംഘപരിവാർ എന്ന് തന്നെ പറയുന്നത്. ഞാൻ ബഹുമാനായ വി ഡി സതീശൻ ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ വിശദീകരണവും ശ്രീ സേനാപതി വേണു RSS പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ RSSന്റെ ശാഖയിൽ വന്നില്ല എന്നുള്ള രീതിയിലേ പറയാൻ പറ്റുള്ളൂ. RSSന്റേതായിട്ടുള്ള ഒരുപാട് പരിവാർ പ്രസ്ഥാനങ്ങളുണ്ട്. അതിലെല്ലാത്തിലുമായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. സംഘ സ്ഥാപകരുടെ ചിത്രങ്ങൾ തന്നെയാണ് അവിടെ വയ്ക്കുന്നത്. അതിന് മുന്നിൽ തന്നെയാണ് ഞാനത് വന്നതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലോ പറഞ്ഞതല്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിൽ അത്തരം സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം വന്നതിന് ശേഷം ഇത്തരം ചിത്രങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ TRP റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ചില മാധ്യമങ്ങൾ അതിനെ മറ്റൊരു തലത്തിൽ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുമ്പോൾ മറ്റ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതിപ്പോൾ വി ഡി സതീശന് മാത്രമല്ല, ഇപ്പോൾ CPMൻ്റേതായിട്ടുള്ള നേതാക്കളും CPIയുടേതായിട്ടുള്ള നേതാക്കളും ഒക്കെ മുൻകാലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവും, തീർച്ചയായും പങ്കെടുത്തിട്ടുണ്ടാവും. അന്ന് അതിൻ്റെ ഒന്നും ചിത്രങ്ങളില്ലാതെ പോയി എന്നുള്ളത് കൊണ്ടും വി ഡി സതീശനെ പോലെ പ്രഗത്ഭരായിട്ടോ അല്ലെങ്കിൽ കേരളം മുഴുവൻ അറിയുന്ന തലത്തിലുള്ള നേതാക്കളോ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മാത്രം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഈയിടെ കൊച്ചിയിൽ നടന്നൊരു പരിപാടിയിൽ ഹൈബി ഈഡൻ പങ്കെടുക്കുകയും ചെയ്തല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പരിപാടികൾ നടക്കുന്നിടത്ത് നമ്മൾ എന്തിനാണ് ഊരുവിലക്ക്? അല്ലെങ്കിൽ നമുക്ക് ആശയപരമായി ഭിന്നിപ്പുള്ളവർ നമ്മളെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ആശയത്തിൽ നിൽക്കുന്നയാളാണ്, നിങ്ങളുമായിട്ടുള്ള എൻ്റെ ആശയപരമായ വ്യത്യാസം ഇതാണ് എന്ന് പറയുന്നതിനുള്ള അവസരം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകുന്നതിൽ എന്ത് തെറ്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ആ പോയിന്റിനൊപ്പം തന്നെയാണ് ശ്രീ സേനാപതി വേണു. എനിക്ക് അതിനകത്ത് അങ്ങ് പറയുന്ന ആ പോയിന്റിനൊപ്പം തന്നെയാണ് ഞാനും ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് യുവരാജ് ഇവിടെ പറഞ്ഞ ഒരു കാര്യം, RSSന്റെ പരിപാടിയിൽ വി ഡി സതീശൻ പങ്കെടുക്കുകയും നിലവിളക്ക് കൊടുത്ത് അത് സരസ്വതി പൂജയോ അങ്ങനെ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊരു സാംസ്കാരിക പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചിലപ്പോൾ ഗുരുജി ഗോൾവർക്കറിന്റെ പടം വെച്ചിട്ടുണ്ടാകാം, കാരണം അത് സംഘാടകരുടെ മനോധർമ്മമാണ്. അതല്ലാതെ അത് RSSുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ RSS സ്പോൺസർ ചെയ്ത ഒരു പരിപാടി ആയിരുന്നില്ല. അങ്ങനെ ഒരു കാര്യം വി ഡി സതീശനോട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാളല്ല ശ്രീ വി ഡി സതീശൻ എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ അത് ഗോൾവാൾക്കർ ജയന്തി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ല, പരിപാടി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രം എന്ന് പറയുന്നത് അല്ലല്ല ശ്രീ സേനാപതി വേണു, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അങ്ങനെ ഒരു കാര്യവുമായിട്ട് അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ ഭാരതീയ വിചാര കേന്ദ്രം എന്ന് പറയുന്നത് ശ്രീ P പരമേശ്വരൻ അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് സാക്ഷാൽ EMSനോട് പോയി ചോദിച്ചാൽ മുതലേ ഇങ്ങോട്ട് പിണറായി വിജയൻ വരെയുള്ള ആൾക്കാർ മുഴുവനും പറഞ്ഞു തരും. കാരണം P പരമേശ്വർജി എന്ന് പറയുന്നത് അത്രയേറെ കേരളത്തിൽ ബഹുമാനിക്കപ്പെടുകയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നെ അദ്ദേഹത്തിന് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന അത്രയും ഔന്നത്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ P പരമേശ്വരൻ. അപ്പോൾ പരമേശ്വർജി നേതൃത്വം നൽകിയിരുന്ന ഭാരതീയ വിചാര കേന്ദ്രം പോലൊരു സംഘടന സംഘപരിവാർ സംഘടനയാണ് എന്ന് ശ്രീ വി ഡി സതീശൻ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാദത്തിന് വേണ്ടിയിട്ട് അങ്ങേക്ക് പറയാം എന്നുള്ളതിലുപരിയായിട്ട് നമുക്കത് എത്രത്തോളം നമുക്ക് ആ ആർഗ്യുമെന്റിനെ ബൈ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ അതിലേക്ക് കൂടുതൽ കുഴക്കുന്നില്ല. ഒരു മറുപടി പറഞ്ഞോട്ടെ. അതായത് പരമേശ്വർജിയുടെ ഒരു എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഔന്നത്യത്തെ കുറിച്ച് അറിയാം. ഞാൻ മനോരമ ദിനപത്രം, പരമേശ്വർജി മരിച്ചതിന്റെ പിറ്റേ ദിവസത്തെ മനോരമ ദിനപത്രം ഞാൻ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക. ഇന്ന് ശ്രീ ജയചന്ദ്രനെ കുറിച്ച്, നമ്മുടെ ഗായകൻ ജയചന്ദ്രനെ കുറിച്ച് മനോരമ പത്രം എത്ര പ്രാധാന്യത്തോടു കൂടിയാണോ കൊടുത്തിരിക്കുന്നത്, അതേ പ്രാധാന്യത്തോടു കൂടിയാണ് P പരമേശ്വർജി അദ്ദേഹം മരിച്ചതിന്റെ പിറ്റേ ദിവസം ഇറങ്ങിയ മനോരമ പത്രം എന്നെടുത്ത്. അപ്പൊ അത് അദ്ദേഹം വലിയ ഔന്നത്യമുള്ള ആളാണ്, ആ ഔന്നത്യ മഹാനാണ്, അദ്ദേഹം രാജ്യം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരാളാണ് എന്നതുകൊണ്ട് RSS നടത്തിയ ഒരു പരിപാടിയിലാണ്. അല്ല, അതാണ് ഞാൻ ശ്രീ സേനാപതി വേണു ഞാൻ പറഞ്ഞു. അദ്ദേഹം RSSന്റെ പ്രാന്ത പ്രചാരകനായിട്ട് സംസ്ഥാന പ്രചാരകനായിരുന്ന ആളാണ് ശ്രീ P പരമേശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ EMSന് അറിയാം,
പി ഗോവിന്ദപിള്ളയ്ക്ക് അറിയാം, അതെ. അവർക്ക് എല്ലാവർക്കും തന്നെ അദ്ദേഹവുമായി അങ്ങേയറ്റത്തെ സൗഹൃദം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പി ഗോവിന്ദപിള്ളയെ പോലെ ഒരാൾക്ക് അദ്ദേഹമായിട്ട് അത്രയധികം സൗഹൃദം ഉണ്ടായിരുന്നു. വിചാരകേന്ദ്രത്തിനെ കുറിച്ചിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ശ്രീ വി ഡി സതീശൻ അത് സംഘപരിവാർ ആണ് എന്നറിയില്ലായിരുന്നു എന്ന് പറയുന്ന ആർഗ്യുമെന്റ് എത്രത്തോളം നിലനിൽക്കുമെന്നറിയില്ല എന്ന് മാത്രമേ ഞാൻ അങ്ങയോട് പറഞ്ഞുള്ളൂ. അങ്ങയുടെ ആർഗ്യുമെന്റിന് എല്ലാ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുന്നു. ഓക്കെ. ശരത് പവാറിന്റെ RSS അനുകൂല നിലപാടിന് പിന്നിൽ എന്ത് എന്ന വിഷയമാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. നുസ്രത്ത് ജഹാനിലേക്ക് പോവുകയാണ്. നുസ്രത്ത്, ഇപ്പോൾ സേനാപതി വേണു പറഞ്ഞു നിർത്തിയത് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ഒരു കാര്യമില്ല. നോക്കൂ, ഇന്ത്യ മുന്നണിയുടെ നട്ടെല്ലായി നിന്ന ശരത് പവാറാണ് ഇത്തരത്തിൽ RSS അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. അത് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും? അതുപോലെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഭാവി ഇപ്പോൾ തന്നെ ഛിന്ന ഭിന്നമാകാൻ നിൽക്കുകയാണ് ഇന്ത്യ സഖ്യം എന്നുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് ഈ പ്രതിപക്ഷ സഖ്യത്തെ ബാധിക്കാൻ പോകുന്നത്? ഇന്ത്യ സഖ്യത്തിന്റെ നട്ടെല്ലും വാരിയല്ലും ഒക്കെ ഇളകി തുടങ്ങി. നമ്മളെല്ലാ ഭാഗത്തുനിന്നും കാണുന്നുണ്ട് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം. അത് കാരണം അവരെ ഇന്ത്യ സഖ്യത്തിന് നയിക്കണ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ ചെയ്യുന്ന അവരുടെ പ്രവൃത്തിയും ഇപ്പൊ ഏറ്റവും വലിയ കോൺഗ്രസ്സുകാർ ഇപ്പൊ RSSനെ നോക്കി ശരത് പവാർ പറയണമെങ്കിൽ ചിട്ടയും അടക്കവും ഇത്രയും ഡെഡിക്കേഷനുമുള്ള ഒരു പ്രസ്ഥാനം വേറെ ഇല്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇത്ര സത്യാവസ്ഥയായിട്ട് ഉള്ളത്? ഈ രാജ്യത്തിന്റെ മൊത്തം അതാണ് എല്ലാം പറയണ ഇവർക്ക്. അവരുടെ ഒരു പ്രധാനമന്ത്രി മരിച്ചു അല്ലെ കഴിഞ്ഞ ആഴ്ച. അപ്പൊ 7 ദിവസം ദുഃഖാചരണം നടത്തണം എന്ന് പറഞ്ഞിട്ട് പോലും ഗവൺമെന്റ് ദുഃഖാചരണം നടത്തിയിട്ടു എത്ര കോൺഗ്രസ്സുകാര് അത് ഏറ്റെടുത്തു? രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? ന്യൂ ഇയർ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് ഡൽഹിയിലൊന്നും ന്യൂ ഇയർ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ വിയറ്റ്നാമിൽ പോയി. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ അതൊരു സംഘപരിവാർ ആൾക്കാർ, അതാണ് സംഘപരിവാർ RSSനോടുള്ള ഒരു ഇപ്പൊ ശരത് പവാർ പറഞ്ഞ പോലെ നമ്മൾക്കും ഒക്കെ ഉള്ള താല്പര്യം അതാ. ഐഡിയോളജി നമ്മൾ ചെയ്യണ നിൽക്കുന്ന പ്രസ്താവനത്തോട് മനസ്സുകൊണ്ട് തന്നെ കൂറ്. അല്ലാതെ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ ഇവിടെ വന്ന് പ്രസംഗിച്ച അപ്പുറത്ത് അതിന്റെ ചിന്ത മാറ്റിയല്ല നമ്മളാരും അതിനെ സപ്പോർട്ട് ചെയ്യണേ. കാരണം അവർക്കുള്ള ഡെഡിക്കേഷൻ രാജ്യത്തൊന്നടങ്കം ഗ്രാസ് റൂട്ട് അതന്നെയാണ് അയാൾ പറഞ്ഞത്. ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്ത് ജയിക്കാൻ പറ്റിയ സംഘപരിവാറിന് നടക്കുന്നത് എന്തുകൊണ്ട് നമ്മൾക്ക് നടത്തില്ല? അവരെ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു പ്രസ്ഥാനം അതിലുള്ളപ്പോ ഇവര് സർവർക്കറിന്റെ പറയാത്ത തെറിയൊന്നും ഈ ലോക്സഭ ഇലക്ഷൻ ഇല്ല. രാഹുൽ ഗാന്ധി വരെ അല്ലെ നാരി ശക്തിനെ എതിർക്കും. അതാണ് ഹിന്ദുത്വം അവരുടെ. നാരി ശക്തിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് ഭാരതത്തിന് അമ്മയോട് താരതമ്യപ്പിച്ച ഒരു പാർട്ടിയല്ല പ്രസ്ഥാനമാണ് RSS. അപ്പൊ എല്ലാം RSSനോടുള്ള വിരോധം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ RSSനോടുള്ള വിരോധവും ഇവര് പറയുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രത്തെ സ്നേഹിക്കുന്നത്, രാഷ്ട്രത്തെ ജനങ്ങളെ ഭാരതാമ്മയുടെ മക്കളായി കാണണം, ചുറ്റിലുമുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് തീവ്രവാദം ഉള്ളിലേക്ക് കടന്നു വരരുത്, രാജ്യം ഇത്ര അധികം മുറിച്ച് വിഭജിക്കപ്പെട്ടിട്ടും നിലനിൽക്കുന്ന ഈ ഭാരതത്തിന്റെ കൾച്ചർ വാനോളം ഉയർത്തി പിടിക്കണം എന്ന് മാത്രമല്ല ഈ ഒരു RSSന്റെ അജണ്ട. അല്ലാതെ ഒരു മുസ്ലിമിനെ പോയി എന്തെങ്കിലും ചെയ്യണോ, ഒരു ക്രിസ്ത്യാനിനെ പോയി ചെയ്യണോ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇന്ന് വരെ ഇന്ത്യന്റെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അവിടെയൊന്നും ആർക്കും ഒരു ദ്രോഹമായിട്ട് ഈ RSS സംസാരിക്കും. പക്ഷെ ഇവര് വായെടുത്ത RSS മോദി ഈ കുറ്റം പറയണ എന്താന്ന് മനസ്സിലാവാത്തെ. ഇപ്പോഴും RSSന്റെ ഇതാണ് ഭക്തിയാണെന്ന് എന്തായാലും സമ്മതിച്ചല്ലോ. അപ്പൊ അത് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. നമ്മുടെ RSSന്റെ ചിട്ടയും ഭക്തിയും അല്ലാതെ RSSൽ പോണമെന്നല്ല. RSS വളർത്തിയെടുത്ത BJPക്ക് രാഷ്ട്രത്തില് ഉണ്ടാക്കാൻ പറ്റിയ മികവ്, അതിൽ എങ്ങനെയാണ് ഈ സാധാരണ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തില് ഇവര് എങ്ങനെയാണോ പടുത്തുയർത്തി അതുപോലെ തന്നെയാണ് രാഷ്ട്രത്തില് ഇന്ന് ആൾക്കാർ അനുഭവിക്കുന്ന സുഖങ്ങൾ. ആരും ഒരു എന്തൊക്കെ പ്രോജക്റ്റ് ഈ ഗവൺമെന്റ് 10 കൊല്ലം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? താഴെ കടയിലോട്ട സാധാരണക്കാരന് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യണ എന്താണ്? കോൺഗ്രസ് അഡാനി അംബാനിക്ക് എന്തുണ്ട്, അവർക്ക് എന്തുണ്ട്, അവര് ചെയ്യണ എനിക്കും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവർക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. രാജ്യത്ത് ഒരു
ബിസിനസ് നടന്നെങ്കിലേ ഉള്ളൂ. പ്രൈവറ്റ് പാർട്ടികളും അല്ലാതെ ഗവൺമെന്റിന് മാത്രം പടുത്തുയർത്താൻ പറ്റിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നുസ്രത്ത്, അത് പാർലമെന്റ് സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ്. അദാനി അംബാനി വിഷയമൊക്കെ ഉയർത്തി പ്രതിപക്ഷം അവിടെ നിന്ന് ബഹിഷ്കരണം ആഹ്വാനം ചെയ്തപ്പോൾ ഇറങ്ങിപ്പോകാൻ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഖ്യകക്ഷികൾ ആരും തന്നെ പോകാൻ തയ്യാറായില്ല. അതായത് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിൽ ഒറ്റപ്പെടുന്നു എന്നതിന്റെ സൂചനകൾ എത്രയോ നാളായി നമ്മുടെ മുന്നിലുണ്ട്. അല്ല, അവര് പിന്നെ ഒറ്റപ്പെടാതെ ഇരിക്കില്ല. അവര് പറയണത് എന്താ, ഇപ്പോഴും അവര് പറയണത് എന്താ, രാഷ്ട്രം അവരിപ്പോ കോൺഗ്രസ് പാർട്ടി എന്നുള്ള ഒരു പാർട്ടീനെ ഡെവലപ്പ് ചെയ്ത് പ്രതിപക്ഷത്തെ ശക്തമായി ഇരുന്ന് രാജ്യം പിടിക്കാനൊന്നുമല്ല, മോദിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം, RSSന്റെ പേര് പറഞ്ഞ് തകർക്കണം, ഇസ്ലാമിക ഭീകരവാദം കൊണ്ടുവരണം. ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണ സംസാരം അല്ലാതെ ഈ രാഹുൽ ഗാന്ധിന്റെയും പ്രിയങ്ക ഗാന്ധിന്റെയും വായന നമ്മൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ന് വരെ? അവർ ഇത്രയധികം രാഷ്ട്രീയം പിന്നെ രാഷ്ട്രത്തെ പറ്റി സ്നേഹിക്കുന്നവരാണ്. അവർക്ക് അവരെ മുന്നിലുള്ളവർ ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്താ നൽകിയത്? ഇപ്പൊ രാഷ്ട്രീയം ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള പ്രീ ഇൻഡിപെൻഡൻസും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഭാരതം നോക്കിക്കഴിഞ്ഞാല് ചരിത്രത്തിന് ഇപ്പൊ അവിടെ എന്താ പറഞ്ഞത്, നമ്മൾ 1000 വർഷങ്ങൾ 2000 വർഷങ്ങൾ ആക്രമിച്ചിട്ടും ഈ രാജ്യത്തിന്റെ സംസ്കാരം ലോകത്തിൽ എവിടെയും ഭാരതത്തിനെ പോലെ ഒരു സംസ്കാരം ഇല്ല. ആ സംസ്കാരത്തിന് ഉയർത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞു. കാശ്മീരിനെ പറഞ്ഞു, കാശ്മീരിലെ 370 ആർട്ടിക്കിൾ കൊണ്ടുവന്നപ്പോ ഈ RSS രൂപീകരിച്ച ഹെഗ്ഡേവാറിനെ അങ്ങോട്ട് കടന്നപ്പോ അറസ്റ്റ് ചെയ്യിച്ച നെഹ്റു ആയിരുന്നു ഇവിടെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് മരുന്ന് കിട്ടാതെ ആ ഒരു പിന്നെ കാശ്മീരിൽ കടന്ന് തണുത്ത് വിറച്ച അസുഖത്തിനുള്ള മരുന്ന് പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു നെഹ്റുവിന്റെ ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇന്ത്യന് പാസ്പോർട്ട് വേണമായിരുന്നു ഇന്ത്യന്റെ ഒരു ഭാഗത്ത്. അപ്പൊ അതിലൊക്കെ എന്താ ഉദ്ദേശം? അതിനൊക്കെ ഈ RSS എന്ന് പറഞ്ഞ പ്രസ്ഥാനം പിന്നെ ഇവിടെ ബഹളം വെച്ചതിനും അവര് ഇതിന്റെ ഒരു പിന്നെ ശക്തമായിട്ട് ഓരോ ഗ്രാമങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും വന്ന് രാഷ്ട്രബോധത്തെ വളർത്തിയെടുത്തതിനും എന്താ തെറ്റ്? ഒരൊറ്റ ചോദ്യം മതി. നമ്മൾ ഈ സംശയം വെച്ചിരിക്കണ ഓരോരുത്തരും പറയണ്ടല്ലോ RSS പറഞ്ഞത് എന്താ? കാശ്മീരും നമ്മുടെയാണ്, നമ്മളെ ഭാഗത്ത്. അവിടെ വേറൊരു നിയമോ, അവിടുത്തെ ഉള്ളവർക്ക് ഇതല്ല. അപ്പൊ ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ഈ മഞ്ഞത്ത് പോലും പോകുന്ന കാശ്മീരിലേക്കാ നമ്മളെ കേരളത്തിൽ നിന്ന് ചൂടുള്ള, അറിയോ? ഫ്ലൈറ്റ് ഒക്കെ ഫുള്ളാ, ബസ് ഫുള്ളാ. അപ്പൊ ഇതൊക്കെ കാശ്മീരിൽ വന്ന അന്ന് അങ്ങോട്ട് പാസ്പോർട്ട് ഇല്ലാതെ കടന്നെന്ന് പറഞ്ഞ ഹെഗ്ഡേവാറിനെ അറസ്റ്റ് ചെയ്യിച്ച കോൺഗ്രസ്സുകാരാണ് ഇപ്പോഴും പറയണ 370 ആർട്ടിക്കിൾ കൊണ്ടുവന്നു ഇതാക്കി. എന്താ ഇപ്പൊ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും കാശ്മീരിലെ മുസ്ലിങ്ങൾക്കും സംഭവിച്ച് ഇതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പോ ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിക്ക് കൂടി ഉണ്ടായിരിക്കുകയാണ്. ഒമർ അബ്ദുള്ള പറയുകയാണ് ഈ ഇന്ത്യ മുന്നണി ഒന്ന് പിരിച്ചുവിടൂ എന്ന്. അതായത് അദ്ദേഹം പറയുന്നത് ഒരു നേതൃത്വമില്ല, അജണ്ടയില്ല, വ്യക്തതയില്ല, പാർലമെന്റ് ഇലക്ഷനെ മാത്രം മുൻനിർത്തി രൂപീകരിക്കപ്പെട്ട ഈ തട്ടുപൊളിപ്പൻ മുന്നണിയാണെങ്കിൽ അതൊന്ന് പിരിച്ചുവിടുമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി പറയുകയാണ്. ഒമർ അബ്ദുള്ള, ശ്രീ സേനാപതി വേണു, അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്? ഇന്ത്യ മുന്നണി ഇങ്ങനെ ഇനി നിലനിൽക്കാൻ കഴിയുമോ? അതിൽ കോൺഗ്രസ് മാത്രമായി അവശേഷിക്കുമോ? ഞാന് ബഹുമാന്യായ നുസ്രത്ത് മാഡം പറഞ്ഞതില് മാഡം ഹെഗ്ഡേവാറിനെ കുറിച്ചാണ് പരാമർശിച്ചത്. എനിക്ക് തോന്നുന്നത് ശ്യാമപ്രസാദ് മുഖർജിയെ കുറിച്ചായിരിക്കും പരാമർശിച്ചത്. പേരിൽ തെറ്റിപ്പോയതായിരിക്കും. ഇപ്പൊ എന്റെ തെറ്റാണെങ്കിൽ ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. കാരണം അദ്ദേഹമാണ് അവിടെ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടിട്ടുള്ളത്. ഇനി അല്ല, മാഡം പറഞ്ഞ ഒരു കാര്യത്തിൽ RSSനോടുള്ള വിരോധം എന്ത് എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ അടിസ്ഥാനപരമായ കാര്യം. ഞാന് അതിന് ഉപോത്ബലകമായിട്ട് പറയാൻ വിചാരധാര പുസ്തകത്തിന്റെ 2ാം പതിപ്പ്, അത് P. മാധവ്ജിയുടെ പരിഭാഷയാണ്. അതിന്റെ 29ാം പേജിലെ 2ാം ഖണ്ഡിക, ഹിന്ദുക്കളുടെ ദേശീയ ജീവിതത്തെ പുനഃസംഘടിപ്പിക്കുക എന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്വീകരിച്ചിട്ടുള്ള കൃത്യം ലോകാഐക്യത്തിന്റെയും മാനവരാശിയുടെയും നന്മയും ആശയവുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുവെന്ന ചോദ്യമാണ് സ്വാഭാവികമായി ഇപ്പോൾ നമ്മുടെ മുമ്പാകെ പൊന്തി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ദേശീയ ജീവിതത്തെ പുനഃസംഘടിപ്പിക്കുക എന്ന ആശയം ഞങ്ങൾ അവിടെയാണ് മാഡം ഇതുമായിട്ട് വിയോജിക്കുന്നത്. അത് ഞാൻ ചോദിക്കാം. അപ്പൊ ഹിന്ദുക്കളുടെ ദേശീയത പറയുമ്പോ
അത് തകർക്കപ്പെട്ടിട്ടില്ലേ? മുഗൾ സാമ്രാജ്യം ഇവിടെ വന്ന് ഭരിച്ചപ്പോ എന്തൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മേലല്ല ഇപ്പൊ ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞത്. ഇപ്പൊ അതിന്റെ അടിയിൽ ഒരു ക്ഷേത്രം ഉണ്ടായി, ഞാൻ കണ്ടത് ആ സ്ഥലങ്ങളൊക്കെ. അപ്പൊ രാമജന്മഭൂമിയിൽ രാമന്റെയും പിന്നെ ദശരഥ മഹലിന്റെയൊക്കെ നടുക്ക് വന്നിട്ട് ഒരു ബാബർ പള്ളി ഉണ്ടാക്കിയപ്പോ അത് ശരിക്കും ഹിന്ദുത്വ കൾച്ചറിനെ ഡിമോളിഷ് ചെയ്യായിരുന്നില്ല ബാബർ അന്ന് ചെയ്തത്. അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് എത്ര സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട് അപ്പുറത്ത് സ്ഥലങ്ങള്. അന്ന് ഇപ്പൊ എത്ര സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതിനെ തിരിച്ചു പിടിക്കാന്നുള്ള കൾച്ചറിനെയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അന്ന് ഇവിടെ നമ്മളൊക്കെ ഇവിടെ വന്ന അബ്രഹാമിക് റിലീജിയനൊക്കെ ഇന്ത്യയിൽ സ്വാഗതത്തോടെ സ്വീകരിച്ച് ഈ സനാതന ധർമ്മല്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ വീണ്ടും പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുമ്പോ പ്രകൃതിയെ സ്നേഹിക്കണം, പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഇത് കിട്ടുന്നത്. നമ്മള് യുണൈറ്റഡ് നേഷൻ പറയേണ്ടി വന്ന പൊല്യൂഷൻ കൺട്രോൾ ഒക്കെ ഇന്ന് ഡൽഹിയൊക്കെ അനുഭവിക്കുന്നത്. ഇതിനൊക്കെ എൻവയറമെന്റ് ഇതൊക്കെ പറഞ്ഞൊരു ഭാരതം ഉണ്ടായിരുന്നു. മലയെ പൂജിക്കുക, മരത്തിനെ പൂജിക്കുക, മരം മുറിക്കുമ്പോ ആ മരത്തിനോട് സമ്മതം ചോദിച്ച്, കിളികളോട് സമ്മതം ചോദിച്ച് മുറിക്കുന്ന ഒരു സംസ്കാരമാണ് ഈ ഹിന്ദുയിസം എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഇവിടെ. അതിനെ മാത്രമേ ഞാൻ പഠിച്ചതിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനെ മാത്രമേ RSS ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ. ആ സംസ്കാരം കൊണ്ടുവരിക, ഇവര് കൊണ്ടുവന്ന് ഈ മേലെ പള്ളി വെച്ച്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാ, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ ഒരു വേർഡ്സിന് നിങ്ങൾ പറഞ്ഞു ഹിന്ദുത്വ, ഞാൻ സമ്മതിച്ചു, ഇത് ഹിന്ദു രാജ്യം, ഇത് വിഭജിച്ച് നമ്മളെ ശ്രീലങ്ക പിന്നെ ഓരോ ഭാഗങ്ങളായിട്ട് പോയി. നമുക്ക് കഷ്ടം, അഖണ്ഡ ഭാരതമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം. അപ്പൊ ഈ പിന്നെ തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകൾ വന്നിട്ട്, ജമാഅത്ത് ഇസ്ലാമി പോലെ ഗ്രൂപ്പുകൾ ഇപ്പൊ പിന്നെ എന്താണ് മുസ്ലിം ലീഗിനെ വരെ അവരെ അറ്റാക്ക് ചെയ്തു. അവരെ കൂടെയുള്ളത് ഇന്ന് നമ്മൾ കാണുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ, PV അൻവർ വിഷയം വന്നു, സന്ദീപ് വാര്യർ വിഷയം വന്നു. നമുക്കൊന്ന് പോണം. എന്റെ സമയമായിരുന്നു. അതായത് ദേശീയത ഉയർത്തിപ്പിടിക്കാനാണ് RSS പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് നുസ്രത്ത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് തന്നെയാണ് ഇത് പറയുമ്പോ ഇവര് ഈ തീവ്രവാദ AP ഉസ്താദ് വിളിച്ച പരിപാടിക്ക് ഇവര് പോകും, പാണക്കാട് വിളിച്ച പരിപാടിക്ക് പോകും. RSSന്റെ പരിപാടി പറയുമ്പോ ആ സംഘടനയുടെ പരിപാടിക്ക് പോയ നേതാവിനെ ഇവര് ചീത്ത വിളിക്കൂ. ഇവിടെയൊക്കെ പോവാമെങ്കിൽ അത് സേനാപതി വേണു മറുപടി പറയട്ടെ. മറ്റതിഥികളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. അല്ല, ഇപ്പം മാഡം കൂടുതൽ സംസാരിച്ചുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഈ RSSന്റെ ഈ ആശയത്തിൽ ഹിന്ദുക്കളുടെ ദേശീയ ജീവിതത്തെ പുനഃസംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മറ്റ് ജനവിഭാഗങ്ങളുണ്ടല്ലോ, അവർ സ്വാഭാവികമായിട്ടും ഇവിടെ വന്നല്ലോ. ഇപ്പൊ ചരിത്രത്തെ നമുക്ക് ആർക്കും തിരുത്താൻ പറ്റത്തില്ല. ഇപ്പൊ മുഗളന്മാർ ഇവിടെ വന്ന് നടത്തിയ അക്രമത്തെ ഇനി നമ്മൾ അതിനെ തിരുത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. അത് എന്താ പറഞ്ഞ ചരിത്രത്തിലെ അനിവാര്യ ദുരന്തങ്ങൾ. ഇവിടെ ആദ്യം തന്നെ മാഡം ഒരു കാര്യം പറഞ്ഞു, നെഹ്റുവും ഗാന്ധിയും വിഭജിച്ച ഇന്ത്യ അല്ല സാർ, ഇന്ത്യയെ വിഭജിച്ച ബ്രിട്ടീഷുകാരനാണ്. അവരിവിടെ വന്ന് ഭരണം തുടങ്ങിയപ്പോൾ അവർ ഒരിക്കലും പോകേണ്ടി വരില്ല എന്നാണ്. പോകേണ്ട സമയം വന്നപ്പോ പിന്നെ അവരുടെ ലക്ഷ്യം ഇതിനെ തകർക്കുക എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ തകർക്കാൻ കഴിയും. സദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച് തിരിച്ചു പോരുമ്പോ എണ്ണക്കിണർ മുഴുവൻ തീ വെച്ചു. കാരണം തിരിച്ചു പോരുക, ഇനി ആ രാജ്യം രക്ഷപ്പെടരുത്. ഇത് തന്നെയാ ബ്രിട്ടീഷുകാരൻ വിട്ടുപോകുമ്പോഴും ആഗ്രഹിച്ചത്. അവനാണ് ഈ രാജ്യത്തെ വിഭജിച്ചത്. ശ്രീ സേനാപതി വേണു, ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് അങ്ങ് വരുന്നില്ല. ഈ ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് മാത്രമായി അവശേഷിക്കുമോ? അല്ല, ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ സഖ്യത്തിൽ, നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്നു, ആ സഖ്യത്തിലുള്ളത് വ്യത്യസ്തങ്ങളായ വ്യത്യസ്ത ആശയങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. ഇപ്പൊ സനാതന ധർമ്മത്തിനെതിരെ പ്രസംഗിക്കുന്നതാണ്, അത് എന്താ പറഞ്ഞ കൊറോണ പോലെയാണെന്ന് പ്രസംഗിച്ച ഉദയനിധി സ്റ്റാലിനുള്ള പാർട്ടിയാണ് DMK എന്ന് പറയുന്നത്. ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണം എന്ന് പറഞ്ഞാൽ ചേരാവുന്ന അല്ലെങ്കിൽ യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ്. ഞങ്ങൾ ഒരേ ആശയത്തിൽ പ്രവർത്തിക്കുന്നവർ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, കോൺഗ്രസിന്റെ ആശയവുമായിട്ട് എത്രയോ വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ ചില മിനിമം പരിപാടികളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത്. അത് മിക്കവാറും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് അതിന്റെ ഒരു ആവശ്യകത എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അതാണ് RJD ആവശ്യപ്പെട്ടത്. ഇത് തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ അങ്ങ് പിരിച്ചുവിടണം എന്ന് ഈ സഖ്യത്തിൽ നിന്നും ആവശ്യമുയർന്നത്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ TMC കോൺഗ്രസുമായി ഇക്കാര്യത്തിൽ ഭിന്നത നിലനിൽക്കുകയാണ്. മമതയെ പിന്തുണച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവ് വരുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശരത് പവാർ കൂടി
ഈ ഇന്ത്യ സഖ്യത്തെ വിട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. അതിനെ സമഗ്രമായ സാഹചര്യം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഏറ്റവും ഒടുവിൽ ഒമർ അബ്ദുള്ള പറഞ്ഞു വെക്കുകയാണ്, ഈ ഇന്ത്യ മുന്നണി ഒന്ന് പിരിച്ചുവിടൂ, ഇന്ത്യ സഖ്യം പിരിച്ചുവിടൂ. കാരണം അതിനൊരു വ്യക്തമായ അജണ്ടയില്ല, അതിൻ്റെ നേതാവ് ആരാണെന്നറിയില്ല, അത്രയേറെ അവ്യക്തതകൾ നിറഞ്ഞ ഒരു പ്രസ്ഥാനവുമായി യോജിക്കാൻ തയ്യാറല്ല എന്ന് ഒമർ അബ്ദുള്ള പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ തന്നെ രാഹുലിൽ നിന്ന് ഈ ഒരു നേതൃസ്ഥാനം എടുത്തു മാറ്റണം എന്നുള്ള രീതിയിൽ വളരെ സജീവമായ ചർച്ചകൾ വന്നു. മമതാ ബാനർജി ആ നേതൃത്വം ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചു. അതിനെ പിന്തുണച്ച് ലാലു പ്രസാദ് യാദവ് വരുന്നു. ഇപ്പോൾ നോക്കൂ, ഏറ്റവും ഒടുവിൽ ശരത് പവാർ കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇതുവരെ അനുവർത്തിച്ചിരുന്ന രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടെടുക്കുകയാണ്. ഇനി ഈ മുന്നണിയുടെ പ്രസക്തി എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? സംസ്ഥാന തലത്തിൽ വ്യത്യസ്തമായ അജണ്ടകളുള്ള കക്ഷികൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും എതിരെ രൂപീകരിച്ച ഒരു മുന്നണി എന്ന നിലയിൽ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ഇന്ത്യ മുന്നണിയുടെ കൂടപ്പുറപ്പാണ്. അതാരും എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിയിൽപ്പെടുന്നവരും അത് അംഗീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കെ തന്നെ സംസ്ഥാന തലത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് നമ്മൾ പലയിടത്തും കണ്ടതാണ്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ 7 അയലത്തടുപ്പിക്കാതെ ഇരുന്നത് നമ്മൾ കണ്ടു. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ കടുത്ത വിലപേശലിനൊടുവിൽ ഒരു സീറ്റ് ധാരണ സാധ്യമായി. പക്ഷെ പരാജയപ്പെടുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നിടത്താണ് കെട്ടുറപ്പ്. പരാജയപ്പെട്ട് കഴിയുമ്പോൾ 4 പാടും ചിതറുന്നത് ഒരു 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 മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്ര അഭികാമ്യമായ ഒരു കാര്യമല്ല. കാശ്മീരിൽ വിജയിച്ചു വരുമ്പോഴും ഫറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്ത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവന ഇതെന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, വിരിച്ചു വിട്ടാൽ എന്താ കുഴപ്പം എന്നാണ്. ഇതൊരു സതുദ്ദേശപരമായ ഒരു ശാസനയാണെങ്കിൽ അത് അംഗീകരിക്കാം. പലപ്പോഴും ഇതിനകത്ത് കുറുമുന്നണികൾ രൂപപ്പെടുകയാണ്. ആ രാവണം നേതാവ് രാഹുൽ ഗാന്ധി നയിച്ചാൽ ശരിയാവില്ല, മമതാ ബാനർജി ആണെങ്കിൽ കുറച്ചുകൂടെ മിച്ചമാകും എന്ന് കരുതുന്ന ചിലരെങ്കിലുമുണ്ട്. ഇവർക്കൊന്നും തന്നെ മമതാ ബാനർജി താല്പര്യമുള്ളതുകൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ വിലപേശൽ ശക്തി കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഒരുപക്ഷെ പുതിയ പരീക്ഷണങ്ങൾ. അപ്പോൾ ഇന്ത്യ മുന്നണി ഒരു സെറ്റ് മുന്നണിയല്ല, അതൊരു ആഡ് ഹോക്ക് അറേഞ്ച്മെൻ്റാണ്. തൽക്കാലത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി രൂപപ്പെട്ടതാണ്. ഇനി ഒരു ആവശ്യം വരുമ്പോൾ വീണ്ടും ഇതേ ശക്തികളോ കുറച്ചുകൂടി വേറിട്ട ശക്തികളോ ചേർന്ന് വരാം. ഒരു പ്രതിപക്ഷം ആവശ്യമാണല്ലോ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശക്തമായ പ്രതിപക്ഷം ആവശ്യമാണ്. അല്ലാതെ ഭരണപക്ഷത്തിനെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷം കെട്ടുറപ്പോടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അങ്ങനെ നിലനിൽപ്പോഴും 4 സ്വരത്തിൽ സംസാരിക്കുകയാണ്. നേതാക്കൾ വ്യത്യസ്ത സ്വരത്തിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മുന്നണിയുടെ കെട്ടുറപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക? ഇവിടെ നമ്മുടെ കഥാപുരുഷൻ ശരത് പവാറാണ്. നമ്മൾ ശരത് പവാറിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ശരത് പവാർ ഇപ്പോൾ ഒരു ശ്രദ്ധാകേന്ദ്രമാകുകയാണ്. ഒരുപാട് മുന്നണി പരീക്ഷണങ്ങളുടെ അച്ചുതണ്ട് ശക്തിയായിരുന്നു ശരത് പവാർ മുൻകാലങ്ങളിൽ. ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റ് തന്നെയാണ്. ശരത് പവാർ ഇല്ലാതെ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാദി എങ്ങനെ മുന്നോട്ട് പോകും? അതാണ് എൻ്റെ ചോദ്യം. മഹാവികാസ് അഗാദിയുടെ ദ വെരി ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ഹാൻഡി വർക്ക് ഓഫ് ശരത് പവാർ. ഇവിടെ ആർക്ക് ചിന്തിക്കാൻ പറ്റും? ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്കും സഖ്യകക്ഷികൾക്കും ചേർന്ന്, സഖ്യകക്ഷിയായ ശിവസേനയ്ക്കും ചേർന്ന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം മുഖ്യമന്ത്രി കസേരയിൽ തട്ടി അലോസരമുണ്ടായപ്പോൾ വളരെ നാടകീയമായ ചടുലമായ നീക്കമാണ് ശ്രീ ശരത് പവാർ. മറ്റാരുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്തത് ശരത് പവാർ മാനത്തും മരത്തിലും കണ്ടു. അതുകൊണ്ടാണ് ഉദ്ധവ് താക്കറേക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നതും ശരത് പവാറിന് ഒരു പരിധിവരെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് സാധ്യമായതും. പക്ഷേ ആ പരീക്ഷണവും അല്പായുസായിരുന്നു. അതുകൊണ്ട് ശരത് പവാറിന് ഒന്ന് തലയെടുപ്പോടെ വരുന്നു എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് വീണ്ടും തിരിച്ചടിയാണ്. ആ മന്ത്രിസഭ താഴെ വീണു, തൻ്റെ പാർട്ടി പോലും പിളർന്നപ്പോഴും അദ്ദേഹം വീണ്ടും ഒരംഗത്തിനുള്ള ബാല്യം കാത്തു സൂക്ഷിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് ദേശീയ മഹാവികാസ് അഗാദിക്കുണ്ടായത്. മഹായുതി സഖ്യത്തെ തറപറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആരും അത്ര പ്രതീക്ഷിച്ചില്ല. കാരണം 48 അംഗ ലോക്സഭാ സീറ്റുകളിൽ 31 സീറ്റിൽ 30+1 ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, അങ്ങനെ 31 പേരെ മഹാരാഷ്ട്രയിൽ വിജയിപ്പിച്ചു കൊണ്ടുവരുന്നതിൻ്റെ സൂത്രധാരൻ ശരത് പവാർ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ
പിന്നെ എൻ്റെ സുഹൃത്ത് യുവരാജ് ഗോകുൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയം മുന്നോട്ട് പോവില്ല എന്നറിയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലെഗസി, ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ ലെഗസി? ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, മറിച്ചൊരു സഹകരണ പ്രസ്ഥാനം, ഷുഗർ കോഓപ്പറേറ്റീവ് ഇല്ലേ, മധ്യ മഹാരാഷ്ട്രയിലും മറാഠ്വാദയിലും പടിഞ്ഞാറ് മഹാരാഷ്ട്രയിലും ഒക്കെയുള്ള പഞ്ചസാര ലോബികൾ, മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ, ഇതെല്ലാം തന്നെ റൂട്ട് ചെയ്തിരിക്കുന്നത് പവാറിൻ്റെ ഫാമിലി, ബാരാമതിയിലെ മില്ലുകൾ എന്ന് വേണ്ട വളരെ ഇൻട്രിക്കറ്റായ ഒരു പാറ്റേണാണ് മഹാരാഷ്ട്രയിലെ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ലൈഫ്. അതിൻ്റെ ഇക്കണോമിക് സൈഡിനെ നിയന്ത്രിക്കുന്ന ഒരു ചാലക ശക്തി കൂടിയാണ് ശരത് പവാറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും. അദ്ദേഹത്തിൻ്റെ ഫാമിലി രണ്ട് ചേരികളായി നിൽക്കുന്നു, പക്ഷേ ബിസിനസ് താല്പര്യങ്ങളും മറ്റ് താല്പര്യങ്ങളും ഒന്നു തന്നെയാണ്. അതുകൊണ്ട് അധികാരത്തിൽ നിന്നും, കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും അധികാരത്തിൽ നിന്നും ഏറെക്കാലം മാറി നിൽക്കാനാവില്ല എന്ന് പരിണിതപ്രജ്ഞനായ ശരത് പവാറിനറിയാം. അതുകൊണ്ടാണ് നേരിട്ടൊരു മുന്നണി പ്രവേശം സാധ്യമാവില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് ലേശം നഷ്ടപ്പെട്ടാലും ശരി, ഒരേ സമയം തന്നെ കടുത്ത ശ്രീ സേനാപതി വേണു പറയുന്നതിനകത്ത് കാര്യമുണ്ട്. കാരണം ഒരേ സമയത്ത് തന്നെ ശരത് പവാർ കോൺഗ്രസുമായും ബി ജെ പിയുമായും വിലപേശലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസുമായി ഒരു നല്ല രീതിയിൽ സുപ്രിയ സുലെ കോൺഗ്രസിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടും എന്ന് ഉറപ്പാണ്. ഇപ്പം മന്ത്രിസ്ഥാനം കൊടുക്കാനാവില്ലല്ലോ, കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കോ ഭരണമില്ല. പിന്നെ ഒക്കുന്നത് എന്താണ്? സംഘടനയിലെ നല്ലൊരു ചുമതല ഭാവിയിൽ മഹാരാഷ്ട്രയിലെ നേതൃസ്ഥാനത്തേക്ക് സുപ്രിയ സുലെയെ കൊണ്ടുവരിക, അതാണ് ഒരു ചിന്ത. അത് വ്യക്തമായ പച്ചക്കൊടിയൊന്നും കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരുപക്ഷെ കിട്ടിക്കാണില്ല. അതുകൊണ്ട് സ്വാഭാവികമായി തന്ത്രശാലിയായ പവാർ എന്ത് ചെയ്യും? മറുപക്ഷത്തെ ഒരു കാര്യം, ഒരു വാക്കല്ലേ ഉള്ളൂ, പോയാലൊരു വാക്ക്, കിട്ടിയാൽ 2.5 മന്ത്രിസ്ഥാനം, അല്ലെ 2 ക്യാബിനറ്റ് മന്ത്രിയും 1 സഹമന്ത്രി സ്ഥാനം, അത് മോശമല്ല. അതാണ് ചടുലമായ നീക്കമെന്ന് പറയുന്നത്. അതുകൊണ്ട് RSSനെ പ്രകീർത്തിക്കുന്നത് ഈ സമയത്ത് വേണമെങ്കിൽ പറയാം RSSൻ്റെ 100ാം വാർഷികം, RSSൻ്റെ രൂപീകരണത്തിൻ്റെ 100 വർഷം ആഘോഷിക്കുന്ന 2025 ഇതുപോലെ ഒരു RSSൻ്റെ സംഘടനാ സംവിധാനം മാത്രമാണ് ആദർശത്തെക്കുറിച്ചും പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും നയപരിപാടികളെക്കുറിച്ചും കമാന്തരക്ഷരം എൻ്റെ കണക്കിൽ ശരത് പവാർ മുന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ നിർദോഷമെന്ന് തോന്നാം. അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന് നേരെ ഒരു വിരലും ചൂണ്ടില്ല. കാരണം ഞാൻ പറഞ്ഞത് സംഘടനാ സംവിധാനത്തെക്കുറിച്ച് മാത്രമാണ്. ഏത് ശത്രുവിൻ്റെയും സംഘടനാ സംവിധാനം പകർത്താൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് പകർത്തിക്കൂടാ? അങ്ങനെയൊക്കെയുള്ള മെയ്വഴക്കത്തോടുകൂടി ശരത് പവാർ പ്രസ്താവന നടത്തുന്നു. അതുകൊണ്ടാണ് 2 വള്ളത്തിലും കാല് ചവിട്ടുക എന്നതല്ല, മറിച്ച് 2 വിഭാഗത്തെയും പരമാവധി കൊതിപ്പിച്ച് അല്ലെങ്കിൽ 2 വിഭാഗത്തോടും സമർത്ഥമായി വിലപേശി തനിക്ക് എന്താണ് വേണ്ടത്, തൻ്റെ പാർട്ടിക്ക് എന്താണ് വേണ്ടത്, തൻ്റെ പിന്തുണയ്ക്കുന്നവർ തന്നെ വിട്ടുപോകാതിരിക്കാൻ അവർക്ക് എന്ത് കൊടുക്കാനാവും, ഇത് തന്നെയാണ് എക്കാലത്തും പുലർത്തിയിട്ടുള്ള തന്ത്രമാണ്. ആ തന്ത്രം കുറച്ചുകൂടി വിദഗ്ധമായി അദ്ദേഹം പറയുന്നു. ഈ 1000 സൂര്യചന്ദ്രന്മാർ 1000 ചന്ദ്രോദയങ്ങൾ കണ്ട ആളാണ്, ശതാഭിഷേകം കഴിഞ്ഞ ആളാണ്, 84 വയസ്സ് കഴിഞ്ഞ ആളാണ് ശരത് പവാർ. തീർച്ചയായും നമുക്കറിയാം അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് നീക്കങ്ങൾ നടത്താൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും മനസ്സും എങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നൗ ഓർ നെവർ എന്നറിയാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. ഇനിയിപ്പോൾ ഉരുത്തിരിയാൻ പോകുന്ന അടുത്ത ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വ്യക്തമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നത് കേരളത്തിൽ ഈ വിഷയം തമസ്കരിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ഇനിയുള്ള നാളുകളിൽ കുറച്ച് മഹാരാഷ്ട്രയിലേക്ക് കുറച്ച് ശ്രദ്ധ കൂടുതലും വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരത് പവാർ ഈസ് റെഫ്യൂസിങ് ടു ഫെയ്ഡ് അവേ ഇൻ ടു ഒബ്ലീവിയൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ യുവരാജ് ഗോകുൽ, ഇത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നില നമുക്കൊന്ന് നോക്കിപ്പോകണം. നോക്കൂ, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇത്തരത്തിൽ വളരെ അതിനിശിതമായ വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുകയാണ്. AAPയെ അവർ രാജ്യവിരുദ്ധരാണ്, കെജ്രിവാൾ രാജ്യവിരുദ്ധനാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞതിനെ അങ്ങേയറ്റം എതിർക്കുകയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ചെയ്തത്. മറ്റൊന്ന്, AAP പറയുന്നത് ഈ ഇന്ത്യ മുന്നണിയിൽ നിന്നും, ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഈ കോൺഗ്രസിനെ പുറത്താക്കണമെന്ന AAPയുടെ ആവശ്യവും നിലനിൽക്കുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. കോൺഗ്രസ് AAPയുമായി ഒരു സഖ്യത്തിലും ഏർപ്പെട്ടിട്ടില്ല. എന്താവും ഇനി കോൺഗ്രസിൻ്റെ അങ്ങോട്ടുള്ള പോക്ക്? കാരണം രാഹുലിൻ്റെ ഈ നേതൃസ്ഥാനത്തെ ചൊല്ലി വലിയ കലഹം ഈ മുന്നണിയിൽ ഉടലെടുത്തിരിക്കുകയാണ്. ഈ കോൺഗ്രസിൻ്റെ ഭാവി എന്താകും ഇങ്ങനെ പോയാൽ?
അല്ല, കോൺഗ്രസിന്റെ ഭാവിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ ശ്രീ സേനാപതി വേണു ചിലപ്പോൾ ചിന്തിക്കും, നിങ്ങളാരാ കോൺഗ്രസിന്റെ ഭാവിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ ഭാവി ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ഉള്ള തലത്തിലാകും അവർ ചിന്തിക്കുക. പക്ഷേ നമുക്കൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് പറയുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള അപൂർവം രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലവിലുള്ള റിലവൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, പാൻ ഇന്ത്യ പ്രസൻസ് ആണ്. പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ അവർ കാലങ്ങളായി അധികാരത്തിൽ വരാത്ത സ്ഥലങ്ങളിൽ പോലും 10, 25, 30% വോട്ട് ഷെയർ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു മുന്നണിയിൽ മുന്നിൽ നിർത്തുവാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ബോയ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ബോയ് പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനൊരു പ്രസക്തിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു പ്രസക്തിയും കോൺഗ്രസ്സിന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം 4 സംസ്ഥാനങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും തിരഞ്ഞെടുപ്പുകൾ നടന്നിരിക്കുന്നത്. അതിനകത്ത് ഹരിയാനയിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് ഫൈറ്റ് നടന്നത്. അവിടെ കോൺഗ്രസ് തോറ്റു. മഹാരാഷ്ട്രയിലും പ്രധാനമായിട്ടും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയായിരുന്നു, അവിടെയും കോൺഗ്രസ് തോറ്റു. നേരെ മറിച്ച് അവർക്ക് വിജയം പറയുവാനുള്ളത് ജമ്മു കാശ്മീരിലാണുള്ളത്, ജാർഖണ്ഡിലാണുള്ളത്. അവിടെ രണ്ടിടത്തും കോൺഗ്രസ് അല്ല നേതൃത്വം നൽകുന്നത്, പകരം നാഷണൽ കോൺഫറൻസ് ഇപ്പുറത്ത് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ്, പെട്ടെന്ന് പേര് JMM ആണ് അവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ റിലവൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റിലവൻസ് വരുന്നില്ല എന്നുള്ളതാണ്. ഇനി റിലവൻസ് വരും, അത് കൃത്യമായിട്ടും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പൊളിറ്റിക്കലായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിനകത്ത് അത്തരത്തിലുള്ള കോൺഫിഡൻസ് കൂടെ നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ദൗർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രസ്താവനകളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നത്. അവരാകെ എന്തെങ്കിലും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർലമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് രാഹുൽ ഗാന്ധി കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ പടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരും. ഈ പടം വന്നിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഡെഫിനിഷൻ, അദ്ദേഹത്തെ ആരാണ് നോക്കൂ, വടി കൊടുത്ത് അടി വാങ്ങി ഭരണഘടനാ ചർച്ച നടത്തിച്ചു. പക്ഷേ അതിൽ ഏറ്റവും വലിയ ക്ഷീണം വന്നത് കോൺഗ്രസിന്. പക്ഷേ കോൺഗ്രസിന്റെ കൂടെ ആരും തന്നെ നിൽക്കാനും തയ്യാറായില്ല. അത് വടി കൊടുത്തടി വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ടും പാർലമെന്റ് സമ്മേളനം കൂടുമ്പോഴെല്ലാം അത് തന്നെയാണ് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ വടി കൊടുക്കുന്നു, അവർ തന്നെ അടി വാങ്ങുന്നു. ഇതൊരു സ്ഥിരം പാറ്റേൺ ആയിട്ട് മാറിയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന് മാത്രം അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടില്ല. എല്ലാ പാർലമെന്റ് സമ്മേളനങ്ങളിലും അതൊരു സ്ഥിരം പ്രോസസ്സ് തന്നെയാണ്. ഇവർ വന്നിട്ട് വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും, മോദിജിക്കെതിരെ വലിയൊരു ഇതായിട്ട് വരും. അദ്ദേഹം അവസാന ദിവസം വരും, അദ്ദേഹം തിരിച്ചൊരു അദ്ദേഹത്തിൻ്റെതായ ഒരു 1.5 മണിക്കൂർ സ്പീച്ച് കഴിയുന്നതോടുകൂടി പിന്നെ രാഹുൽ ഗാന്ധിയെയും കാണില്ല, കോൺഗ്രസിനെയും കാണില്ല, അവിടെ ഉള്ള വിരലിലുണ്ടാവുന്ന MPമാരെയും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർലമെൻറ്റ് ഹൗസ് പോകുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ്. അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കളും നിൽക്കുകയും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവരുടെ റോള് നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സഖ്യകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് പ്രാദേശികമായിട്ട് അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് ഞങ്ങളുടെ ചെലവിൽ ഇവർക്ക് എന്തിനാണ് 5 MLA-മാരെ ഉണ്ടായി കൊടുക്കുന്നത്, 10 MLA-മാരെ ഉണ്ടായി കൊടുക്കുന്നത്, അതുകൂടി ഞങ്ങളുടെ പാർട്ടിക്ക് തന്നെ പോരെ എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് ഈ സഖ്യകക്ഷികൾ കോൺഗ്രസിനെ കൈയൊഴിഞ്ഞു പോകുന്നു. കേരളത്തിലെ മുസ്ലിം ലീഗും കാണിക്കാൻ പോകുന്ന ഒരു നിലപാട് അത് തന്നെയായിരിക്കും ഒരുപക്ഷെ. സേനാപതി വേണു, അതായത് കോൺഫിഡൻസിൽ ഘടകകക്ഷി കൂടെയുള്ള ആളുകളെ കോൺഫിഡൻസിൽ നിർത്താനും സ്വന്തം പാർട്ടിക്കാരെ പോലും കോൺഫിഡൻസിൽ എടുക്കാനും രാഹുലിന്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നത് വലിയൊരു വിമർശനമാണ്. നോക്കൂ, നേരത്തെ അംബേദ്കർ പരാമർശം നടത്തി, പക്ഷേ ഏറ്റവും അധികം ക്ഷീണം സംഭവിച്ചത് എവിടെയാണ്? അംബേദ്കറോട് ഈ കോൺഗ്രസ് ചെയ്ത കൊടും ചതിയുടെ വിവരങ്ങൾ അനാവൃതമാക്കപ്പെട്ടില്ലേ? അപ്പോൾ ഒരു ഷാർപ്പായ തീരുമാനമെടുക്കുന്നതിൽ നിങ്ങളുടെ നേതൃത്വം വലിയ പരാജയമാണ് എന്ന് അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നീലിമ, ഞങ്ങളുടെ പാർട്ടി 140 വർഷം പഴക്കമുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങൾ 58 കൊല്ലം ഈ രാജ്യം ഭരിച്ചവരാണ്. BJP അതിൻ്റെ ഒരു 1980 രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഒരു രാഷ്ട്രീയ വളർച്ചയുടെ ക്ലൈമാക്സിൽ, അതായത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെത്തി. അതിനുശേഷം അവരുടെ ഒരു ഡിമിനിഷിങ് സ്റ്റേജാണ്. ഇനി അവർക്ക് വളർച്ചയില്ല, അവർക്ക് തളർച്ചയുള്ളൂ. ഇനിയിപ്പോ യുവരാജൊക്കെ എന്ത് മാനദണ്ഡങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു കാര്യം. അപ്പോ ഞങ്ങൾ ഒരു കാര്യം ഗ്രാൻഡ് ഓൾഡ് പാർട്ടി അങ്ങേയറ്റം ദുർബലമായി അടിത്തറ കണ്ടുവല്ലേ?
അല്ല ഞങ്ങൾ ഇനി നിങ്ങൾക്കൊരു വളർച്ചയില്ല എന്നല്ലേ BJP വിമർശിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾ BJP-യില് അല്ല കേക്ക്, ഞങ്ങൾ 2ാം ഘട്ട വളർച്ചയുടെ പാതയിലാണ്. ആ വളർച്ചയാണ് ഞങ്ങൾ 44-ൽ നിന്ന് ഇപ്പോൾ 101-ൽ എത്തിയിരിക്കുന്നത്. ആ വളർച്ചയാണ് 303-ൽ നിന്ന് ഞങ്ങൾ BJP 240-ൽ എത്തിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്താൻ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP എവിടെ ശക്തമാണോ അല്ലെ വേറെ ഏത് രാഷ്ട്രീയ വളരെ ചുരുക്കി നുസ്രത്തിലേക്ക് കൂടി പോകണം. ഒരു സെക്കൻഡിൽ ഞാൻ അവിടെ എല്ലാം ആ നേതൃത്വ നിരയെ എതിർക്കാനുള്ള സംഘടനാ ശേഷിയും സംഘടനാ നേതാക്കളും കോൺഗ്രസിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുമുണ്ട്. ഇപ്പൊ ആം ആദ്മി പാർട്ടിയുടെ കാര്യം ചോദിച്ചു, ഞങ്ങൾ എന്തിനാ ആം ആദ്മി പാർട്ടിയെ എതിർക്കുന്നത്? ആം ആദ്മി പാർട്ടി ഞങ്ങളെയാ തോപ്പിച്ചത്. ഞങ്ങളെ തോപ്പിച്ച ഷീലാ ദീക്ഷിതിനെ തോപ്പിച്ച് അവർ അധികാരത്തിൽ വന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ അവരെ എതിർക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോ അതുകൊണ്ട് ഈ കക്ഷികളെല്ലാം പ്രാദേശികമായിട്ട് ഞങ്ങളെ തോപ്പിച്ച് അധികാരത്തിൽ വന്നവരാണ്. ഞങ്ങൾ ഇവരെയൊക്കെ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഇന്ത്യയിൽ ഒരു ബഹുജന അടിത്തറ, അത് ഓൾ ഇന്ത്യ ലെവലിൽ BJP-യേക്കാൾ താഴെ തട്ടിലുള്ള പാർട്ടിയാണ് ഞങ്ങൾ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് 2029-ൽ നമുക്ക് കാണാം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. സേനാപതി വേണു, വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനെ കുറിച്ച് പങ്കുവെക്കുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. എന്തായിരിക്കും കോൺഗ്രസിന്റെ അവിടുത്തെ ഒരു പ്രകടനം? നുസ്രത്ത്, കോൺഗ്രസ് ഇപ്പൊ ഈ പറയണ ഇവിടുന്ന് ഓടി ഒളിച്ചിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ 58 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് നോർത്ത് ഇന്ത്യയിൽ എന്താ ഉണ്ടാക്കാൻ പറ്റിയേ? വയനാട്ടിൽ പോയിട്ട് മത്സരിച്ചിട്ട് സീറ്റ് വാങ്ങേണ്ടി വന്നില്ലേ ചേച്ചി, ചേട്ടനും അനിയത്തി? ആ സ്ഥിതിയിലേക്കാണ് കോൺഗ്രസ് പോയി. ഇപ്പൊ ഞങ്ങൾ വളർച്ചയുടെ പാതയിലാണെന്ന് സേനാപതി വേണുജി പറഞ്ഞത്. റായ്ബറേലിയിൽ വന്നു, അവിടെ നിന്ന് എന്താ മാറാഞ്ഞേ? വയനാടുകാർക്ക് ഇത്ര അധികം ആവേശം കൊടുത്തിട്ട് റായ്ബറേലി വിട്ടിട്ട് വയനാടുകാരെ കൂടെ നിൽക്കണമായിരുന്നു. ആരും ഇല്ലാത്തപ്പോ സഹായിച്ചവരെ കൂടെ രാഹുൽ ഗാന്ധിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം, കോൺഫിഡൻസ് ഉണ്ടായില്ല. രണ്ടാമത് വരുമ്പോ അവിടെ തോറ്റു പോകുന്നുള്ള നല്ല ഷുവറായിരുന്നു. പിന്നെ ഡൽഹിയിൽ അവരുടെ ഒരു കാര്യം നടക്കില്ല. ഡൽഹിയില് പാണര് പാടുന്ന പാട്ട് പോലെയാണ് കോൺഗ്രസിനെ പറ്റി ആൾക്കാർക്ക് പറയാനുള്ളത്. ഈവൻ കോൺഗ്രസ്സുകാർ വരെ അവര് ചെയ്ത ഓരോ കുരുത്തക്കേടുകളും അവര് വന്ന്, പിന്നെ മോഡിജിക്ക് മക്കളില്ല, പിന്നെ ഇത് ഭരിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിലില്ല. അതുകൊണ്ട് അത് വിചാരിക്കേണ്ട. ആകെ ഇന്ത്യയിൽ ഇപ്പോ പിന്നെ തലമുറയായിട്ട് കുടുംബ പാർട്ടി അല്ലാതുള്ള ഒരു പാർട്ടി BJP. എവിടുന്നെങ്കിലും വളർന്ന് മോദി എത്ര പെട്ടെന്നാ നമ്മൾ കേട്ട്? അതിന്റെ മുമ്പ് ആ ഇലക്ഷന്റെ മുമ്പ് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു നേതാവ് BJP-ക്ക് വേണ്ടിയിട്ട് RSS, നിങ്ങളെല്ലാം കുറ്റം പറയണ RSS കുറ്റം പറയണ അതുകൊണ്ടാണ്. അവരൊന്നുമില്ലാതെ അവരുടെ ഒരു രീതിയിൽ ഒരു പിന്നെ ഒരു നേതാവ് എവിടുന്നെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വരൂ, രാജ്യം ഭരിക്കുക. ഇനി കോൺഗ്രസിന് ഇത്രയും തലയും വാലില്ലാത്തതെന്ന് തന്നെ പറയാ നമ്മുടെ കോഴിക്കോടൻ ഭാഷയിൽ. ശരത് പവാറിനെ പോലുള്ള രാഷ്ട്രീയ അധികായർ പോലും മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശരത് പവാറിന്റെ RSS അനുകൂല നിലപാടിന് പിന്നിൽ എന്ത് എന്ന വിഷയമാണ് ജന ഡിബേറ്റ് പരിശോധിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും ജന ഡിബേറ്റ് പൂർണ്ണമാകുകയാണ്. നമസ്തേ.